ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ സെനറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ പേപ്പർ 3-ലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. ഓക്കെ, നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാ. കാര്യങ്ങളൊന്ന് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടും എന്താണ് ഡിസബിലിറ്റി, എന്താണ് ഇമ്പയർമെന്റ്, എന്താണ് ഹാൻഡിക്യാപ്പ്. ഓക്കെ, ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ്. ഓക്കെ, ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് വേണം നിങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കാനായിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ നോക്കുന്നത് ഇതിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇതിൽ പറയുന്നത് ഇമ്പയർമെന്റ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ അവർ ആ ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതുപോലെ പഠിച്ചു വെക്കണം. ഓക്കെ, അതിന്റെ 2 എക്സാമ്പിളും ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, നോക്കിക്കേ, എന്താ ഇമ്പയർമെന്റിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ഇറ്റ് റെഫേഴ്സ് ടു ഫിസിക്കൽ ഓർ കോഗ്നിറ്റീവ് ലിമിറ്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എനി അബ്നോർമാലിറ്റി ഓർ ലോസ് ഓഫ് എ ബോഡി പാർട്ട് ഓർ ബോഡി ഫങ്ഷൻ. എന്താടാ പറയുന്നത്? ഇമ്പയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ, നമ്മുടെ ഫിസിക്കൽ എന്ന് വെച്ചാൽ ശാരീരികപരമായിട്ടോ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ എന്താ, ബൗദ്ധികപരമായിട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുക. നമുക്ക് ഒരു കാര്യം ശാരീരികമായിട്ടൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിലൊരു ലിമിറ്റേഷൻ ഉണ്ടായി, അത് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്താ, നമുക്ക് ഫിസിയോളജിക്കൽ പരമായിട്ടോ സൈക്കോളജിക്കൽ പരമായിട്ടോ അനാട്ടമിക്കൽ പരമായിട്ടോ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി, അല്ലെങ്കിൽ സൈക്കോളജി പരമായിട്ട് നമുക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോളജിക്കൽ പരമായിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാകുന്നതോ, അല്ലെങ്കിൽ ലോസ് ഓഫ് എ ബോഡി പാർട്ട് ഓർ ബോഡി ഫങ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമ്മുടെ ഒരു ബോഡി പാർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു ഫങ്ഷനോ എന്തുണ്ടാകുന്നു, ഒരു ലോസ്, ഒരു നഷ്ടം സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. ലോസ് ഓഫ് ഫുഡ്, ലോസ് ഓഫ് വിഷൻ. ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നു. ഓക്കെ, അപ്പൊ അയാൾക്ക് സംഭവിക്കുന്ന ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, അയാളുടെ കാലുകൾ നഷ്ടപ്പെട്ടു. അതാണ് എന്ത്, അവിടെ അയാൾക്ക് സംഭവിച്ച ഇമ്പയർമെന്റ്. ഒരു കാര്യം നഷ്ടപ്പെട്ടു. ഇപ്പൊ എന്താ, ഫൂട്ട് നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അയാൾക്കൊരു ബോഡി പാർട്ടാണ് അവിടെ ലോസ് ആയത്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ലോസ് ഓഫ് വിഷൻ, അയാൾക്ക് എന്ത് പറ്റി, കാഴ്ച നഷ്ടപ്പെട്ടു. ഇപ്പൊ അതും ഒരു ആക്സിഡന്റ് വഴിയിട്ടാകാം അയാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. അതെന്ന് പറയുന്നത് എന്താണ്, അയാളുടെ എന്താ, ഒരു ബോഡി ഫങ്ഷൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അനാട്ടമിക്കൽ പരമായിട്ട് അയാൾക്ക് ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകുന്നതാണ് അയാളുടെ കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ഡെഫിനിഷനിൽ വരുന്ന എന്തും നമുക്ക് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇമ്പയർമെന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിലൊരു അബ്നോർമാലിറ്റി ഉണ്ടാവുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഡിസബിലിറ്റി എന്താണ്. ഓക്കെ, ഡിസബിലിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നമുക്കറിയാം ഇപ്പോ എന്താ, ഡിസബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു വേർഡിന് പകരം നമ്മൾ ഡിഫറently ഏബിൾഡ് പീപ്പിൾ എന്നാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, ഡിസേബിൾഡ് എന്ന് നമ്മൾ അവരെ പറയാൻ പാടില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിസബിലിറ്റിക്കും എന്തുണ്ട്, ഒരു കറക്റ്റ് ഡെഫിനിഷൻ അവർ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കിക്കേ. എനി റെസ്ട്രിക്ഷൻ ഓർ ലാക്ക് ഓഫ് എബിലിറ്റി ടു പെർഫോം ആൻ ആക്ടിവിറ്റി ഇൻ എ മാനർ ഓർ വിത്തിൻ ദ റേഞ്ച് കൺസിഡേർഡ് നോർമൽ ഫോർ എ ഹ്യൂമൻ ബീയിങ്. അതായത് നമുക്ക് നോർമൽ ആയിട്ടുള്ള
ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഇപ്പൊ നോർമൽ ആയിട്ട് നടക്കുന്ന ഒരാളെ പോലെ ഇയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ നോർമലായി നമ്മൾ ചെയ്യുന്ന റൊട്ടീൻ ആക്ടിവിറ്റി, നമ്മൾ ദിനചര്യകൾ ദിവസവും ചെയ്യുമല്ലേ, അത് നമ്മൾ ചെയ്യുന്ന പോലെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അയാൾക്കൊരു ഡിസബിലിറ്റി ഉണ്ടെന്ന് പറയാം. ഓക്കെ, ദ റെസ്ട്രിക്ഷൻ ഓർ ലാക്ക് ഓഫ് എബിലിറ്റി ടു പെർഫോം ആൻ ആക്ടിവിറ്റി. ഓക്കെ, ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാനായിട്ട് അയാളെ എന്തോ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള കഴിവില്ല. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസബിലിറ്റി എന്ന് പറയുന്നത്. എന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നോട്ട് ഏബിൾ ടു സീ ഓർ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായത്, ഇമ്പയർമെന്റ് ഉണ്ടായത് കൊണ്ടാണ് അയാൾക്ക് എന്തുണ്ടായത്, ഈ ഒരു ഡിസബിലിറ്റി. ഇപ്പൊ അയാളുടെ കാലുകൾ നഷ്ടപ്പെട്ടു, ആ ഒരു ഇമ്പയർമെന്റ് കാരണമാണ് അയാൾക്ക് നോട്ട് ഏബിൾ ടു സീ നോട്ട് ഏബിൾ ടു വാക്ക് എന്ന് പറയുന്ന ഡിസബിലിറ്റി ഉണ്ടായത്. ഇനി അവിടെ ലോസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഇമ്പയർമെന്റ് ഉണ്ടായത് കൊണ്ടാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കാണാൻ പറ്റാത്തത്, ആ ഒരു ഡിസബിലിറ്റി ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇമ്പയർമെന്റ് ആണ് ഗ്രാജുവലി എന്തായിട്ട് മാറുന്നത്, ഡിസബിലിറ്റി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഡിസബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു നോർമൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരാൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല, അയാളുടെ ആ ഒരു എബിലിറ്റി എന്ത് ചെയ്തു, അവിടെ റെസ്ട്രിക്ട് ചെയ്തു, അല്ലെങ്കിൽ ആ എബിലിറ്റി അയാൾക്ക് നഷ്ടപ്പെട്ടു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ 2 എക്സാമ്പിളും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോവാൻ പോകുന്നതാണ് ഏത്, ഹാൻഡിക്യാപ്പ്. എന്താണ് ഹാൻഡിക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡിസഡ്വാൻറ്റേജ് ഫോർ എ ഗിവൻ ഇൻഡിവിജ്വൽ റിസൾട്ടിങ് ഫ്രം ആൻ ഇമ്പയർമെന്റ് ഓർ ഡിസബിലിറ്റി. അതായത് ഒരു ഇമ്പയർമെന്റ് വഴിയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി വഴിയിട്ടോ ഒരു ഇൻഡിവിജ്വലിനുണ്ടായ ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു അനന്തരഫലം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നോക്കിക്കേ. ഇറ്റ് ലിമിറ്റ്സ് ഓർ പ്രിവെന്റ്സ് ദ ഫുൾഫിൽമെന്റ് ഓഫ് എ റോൾ ഇൻ ദ കമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് നോർമൽ. എന്താണ് പറയുന്നത്, അതായത് ഈ ഒരു വ്യക്തിക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ഫുൾഫിൽ ചെയ്യേണ്ടുന്ന ഒരു റോള് കാണും. ഓക്കെ, അത് ഈ ഹാൻഡിക്യാപ്പ് മൂലം അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരാളുടെ കാല് നഷ്ടപ്പെട്ടു, ഇമ്പയർമെന്റ് ഉണ്ടായി, അതുമൂലം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഡിസബിലിറ്റി ഉണ്ടായി. അതുമൂലം അയാൾക്ക് ഉണ്ടാകുന്നതാണ് ഹാൻഡിക്യാപ്പ്. നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ഉണ്ടാകുന്ന ഹാൻഡിക്യാപ്പ് ആണ് എന്ത്, അയാൾ ചിലപ്പോ അൺഎംപ്ലോയിഡ് ആകാം. ഓക്കെ, ഇപ്പൊ നടന്ന് ചെയ്യേണ്ടുന്ന ജോലി, ഓക്കെ, ഇപ്പൊ ഒരു കെട്ടിടം പണിക്ക് അയാൾക്ക് പോണോന്ന് വെച്ചോ, നടക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ, അപ്പോ അത് അവിടെ അയാളുടെ എന്താ എംപ്ലോയ്മെന്റിനെ അത് അഫക്ട് ചെയ്തിട്ട് അയാളെ അത് എന്താക്കി മാറ്റുന്നുണ്ട്, അൺഎംപ്ലോയിഡ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ അയാൾക്ക് സംഭവിക്കുന്ന ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. ഒരു ഡിസബിലിറ്റിയോ ഇമ്പയർമെന്റോ കാരണം ഒരാൾക്ക് കമ്മ്യൂണിറ്റിയിൽ അയാളുടെ ഒരു റോള് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പേഴ്സൺ ഹാൻഡിക്യാപ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാൾ. ഓക്കെ, അപ്പോ നമ്മൾ ഈ 3 ഡെഫിനിഷനും ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുന്ന പോലെ പഠിച്ചു വെച്ചിരുന്നാലും ഇതിന്റെ എക്സാമ്പിൾസ് വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ. ഓക്കെ, എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ഹു കനോട്ട് സീ ഓർ ഹു കനോട്ട് വാക്ക് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് ഇത് ഏതിനകത്താണ് വരുന്നത്, 4 ഓപ്ഷൻ തരും. ഓക്കെ, ഡിസീസ്, ഡിസബിലിറ്റി, ഇമ്പയർമെന്റ്, ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ തരും. ഓക്കെ, അപ്പൊ അയാൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അയാളുടെ എന്താണ്, ഡിസബിലിറ്റി. ഓക്കെ, ഇനി അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു, ലോസ് ഓഫ് വിഷൻ ആണെങ്കിൽ അതെന്താണ്, അയാളുടെ ഇമ്പയർമെന്റ് ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കാൻ. ഓക്കെ, ഇത്രയൊക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിയോ എന്ന് പറയുന്ന ഒരു ഡിസീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ, അതൊരു ഇൻഡസ്ട്രിയൽ ഡിസീസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ. ഓക്കെ, അപ്പോ പോളിയോ എന്ന് പറയുന്നത് എന്തുണ്ടാക്കുന്ന ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ ഹാൻഡിക്യാപ്പ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താ, അത് നമ്മുടെ മൂവ്മെന്റിനെയൊക്കെ അഫക്ട് ചെയ്ത് മസിൽസിനെയൊക്കെ പാരലൈസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. അപ്പോ നമ്മുടെ പോളിയോയിൽ എങ്ങനെയാണ് ആ ഒരു ഹാൻഡിക്യാപ്പ് പ്രോഗ്രസ് ചെയ്ത്
പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ചാർട്ട് രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇപ്പൊ പോളിയോ വന്ന ഒരാൾക്ക് ഫസ്റ്റ് ഉണ്ടാവുന്നത് എന്താണ്? ഇമ്പയർമെന്റ് ആണ് ഉണ്ടാകുന്നത്. പോളിയോ എന്ന് പറയുന്ന ഡിസീസ് അവിടെ ഉണ്ടായി. ആ ഡിസീസ് ഉണ്ടായത് മൂലം ഫസ്റ്റ് അയാൾക്ക് ഉണ്ടാകുന്ന ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് എന്തുവാ? ലോസ് ഓഫ് മസിൽ പവർ മൂവ്മെന്റ്. അയാളുടെ ആ ഒരു മസിലിന്റെ പവർ എന്ത് ചെയ്യും? അവിടെ നഷ്ടപ്പെടുന്നു. അതാണ് അയാൾക്ക് ഉണ്ടാകുന്ന ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. അതുമൂലം അയാൾക്ക് ഉണ്ടാകുന്ന ഡിസബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? അയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. അതായത് എന്താണ്? മസിലിന്റെ പവർ നഷ്ടപ്പെട്ടത് കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നിൽക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതാണ് അവിടെ അയാൾക്കുണ്ടായ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിസബിലിറ്റി എന്തിലോട്ട് ലീഡ് ചെയ്യും? ഹാൻഡിക്യാപ്പിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നടക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, അതുമൂലം അയാൾക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് ലാസ്റ്റ് അയാളെ കൊണ്ടെത്തിക്കുന്ന എന്ത്? ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പോളിയോയിലെ ഹാൻഡിക്യാപ്പിന്റെ ആ ഒരു പ്രോഗ്രഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമ്പിളിൽ കൂടി എന്താണ് ഇതിന്റെ ഈ ഒരു എവല്യൂഷൻ എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ലാസ്റ്റ് എത്തിച്ചേരുന്ന ഒരു കണ്ടീഷൻ ആണ് എന്ത്? ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഡിസീസ്. ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഡിസീസ് എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ് ഇവിടുത്തെ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ആക്സിഡന്റിലൂടെ അയാൾക്ക് കാലുകൾ നഷ്ടപ്പെട്ടു. ഓക്കെ, അതാണ് അയാൾക്ക് സംഭവിച്ച ഇമ്പയർമെന്റ്. ഈ കാലുകൾ നഷ്ടപ്പെട്ടത് കാരണം അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല. അതാണ് എന്ത്? അയാളുടെ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഈ നടക്കാൻ പറ്റുന്നില്ല എന്ന ഡിസബിലിറ്റി കാരണം അയാൾക്ക് എന്ത്? ജോലി നഷ്ടപ്പെട്ടു, അയാൾ അൺഎംപ്ലോയിഡ് ആയി. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഇത് മൂന്നും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു കണ്ടീഷൻ ആണ് ഡെഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെഫ്നെസ്സിന് അവരൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇറ്റ് ഈസ് ദ കംപ്ലീറ്റ് ലോസ് ഓഫ് എബിലിറ്റി ടു ഹിയർ ഫ്രം വൺ ഓർ ബോത്ത് ദ ഇയേഴ്സ്. ഒരു ചെവിയിലോ അല്ലെങ്കിൽ രണ്ട് ചെവിയിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്ന ആ ഒരു എബിലിറ്റി എന്ത് ചെയ്യുന്നു? അവിടെ കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവുന്നു. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെവിയിലോ രണ്ട് ചെവിയിലോ ഉള്ള കംപ്ലീറ്റ് ആയിട്ട് കേൾവിശക്തി പോകുന്നതിനെയാണ് ഡെഫ്നെസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു വേർഡാണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓർ പാർഷ്യൽ ലോസ് ഓഫ് എബിലിറ്റി ടു ഹിയർ ഫ്രം വൺ ഓർ ബോത്ത് ഇയേഴ്സ്. ഓക്കെ, ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാര്യം പാർഷ്യൽ ലോസ് എന്ന് പറയുന്ന ഒരു വേർഡാണ്. അതായത് ഡെഫ്നെസ് ആണെങ്കിൽ അവിടെ കംപ്ലീറ്റ് ലോസ് ആണ്. എന്നാൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റും ആകാം അല്ലെങ്കിൽ പാർഷ്യൽ ലോസ്, പകുതി കേൾവിശക്തി കുറയുന്നതും ആകാം. ഓക്കെ, ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഓക്കെ, ഇനി ഇത്തരത്തില് ഈ നമ്മുടെ കേൾവിശക്തി കുറയും അല്ലെങ്കിൽ നഷ്ടപ്പെടുക, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹിയറിംഗ് ലോസിന് മെയിൻ ആയിട്ട് രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും, രണ്ടെന്ന് പറയുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും. ഓക്കെ, അപ്പോ ഇതിൽ ഈ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇയർ പഠിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? അനാട്ടമിയിൽ ഒരു ഔട്ടർ ഇയർ ഉണ്ട്, മിഡിൽ ഇയർ ഉണ്ട്, ഇന്നർ ഇയർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് ഈ ഔട്ടർ അല്ലെങ്കിൽ മിഡിൽ ഇയറിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറ് പറ്റുമ്പോഴത്തേക്കാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ ചെവിക്കകത്തേക്ക് എന്തെങ്കിലും ഫോറിൻ ബോഡിയൊക്കെ കയറുന്നു, അല്ലെങ്കിൽ നമ്മൾ പെൻസിലിട്ട് കുത്തി പൊട്ടിക്കുന്നു, ചിലപ്പോൾ ടിംപാനിക് മെംബ്രെയിനൊക്കെ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി പറ്റി, അങ്ങനെയൊക്കെ വരുന്നതാണ് എന്തായിട്ട് മാറുന്നത്? കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആയിട്ട് മാറുന്നത്. ഇതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇയർ, ഓക്കെ, നമ്മുടെ ഏറ്റവും അകത്തുള്ള ആ സ്ട്രക്ചറിന് എന്തെങ്കിലും തകരാറ് പറ്റുമ്പോഴത്തേക്കാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നത്. അവിടത്തെ നമുക്കറിയാം, നമ്മുടെ ഓഡിറ്ററി നെർവ്, ഇന്നർ ഇയർ നിന്നാണ് ഓഡിറ്ററി നെർവ് എങ്ങോട്ട് പോകുന്നത്?
ബ്രെയിനിലോട്ടൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും തകരാറ് പറ്റിക്കഴിഞ്ഞാലാണ് എന്തുണ്ടാവുന്നത്? സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് പലതരത്തിലുള്ള കൺജനൈറ്റൽ അല്ലെങ്കിൽ അക്യൂർഡ് ഡിസോർഡേഴ്സ് ആയിട്ട് വരാം. എന്താണ്? കൺജനൈറ്റൽ അല്ലെങ്കിൽ അക്യൂർഡ് ഹിയറിംഗ് ലോസ് ആയിട്ടും ഇത് വരാം. ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇത് ജനറ്റിക് ആയിട്ടും എന്ത് ചെയ്യാം, വരാം. ഓക്കെ, ഇത് ജനറ്റിക് ആയിട്ട് നമുക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫറൻസ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. കണ്ടക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെൻസറി ന്യൂറൽ ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാം. കണ്ടക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ടർ ഓർ മിഡിൽ ഇയറിന് സംഭവിക്കുന്നതാണ്. സെൻസറി ന്യൂറൽ എന്ന് പറയുമ്പോൾ ഇന്നർ ഇയറിന് സംഭവിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഡെഫ്നെസ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് ഇതിന്റെ കാരണങ്ങൾ പറയുന്നത്. ഒന്ന്, നമ്മുടെ ബർത്തിന് മുന്നേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു കുട്ടിക്ക് ഡെഫ്നെസ് വരാം, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം, ഡ്യൂറിങ് ബർത്ത് ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള കാരണങ്ങൾ, ആഫ്റ്റർ ബർത്ത് കുട്ടി ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇങ്ങനെ 3ആയിട്ടാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ബർത്തിന് മുന്നേ ബിഫോർ ബർത്ത് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം? ഹെറിഡിറ്ററി കോസ്, എന്താ നമ്മുടെ പാരമ്പര്യമായിട്ട്. ഓക്കെ, ഇപ്പൊ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മുമ്മ ഇവർക്ക് ആർക്കെങ്കിലും ഡെഫ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കുട്ടിക്കും അതുണ്ടാവാനായിട്ടുള്ള എന്തുണ്ട്, ചാൻസസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത് പറയുന്നത് കൺസാജീനിയസ് മാരേജസ്, അതായത് ബ്ലഡ് റിലേഷനിലുള്ള മാരേജ്. നിങ്ങൾ ഈ മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ അങ്ങനെയൊക്കെ കേട്ടത്തില്ലേ? ഓക്കെ, അങ്ങനെ ബ്ലഡ് റിലേഷനിലുള്ള മാരേജിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് എന്തുണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്? ഡെഫ്നെസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ എന്താ അമ്മ ധാരാളം ആന്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് എന്ത് വരാം? ഡെഫ്നെസ് വരാം. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എക്സ്റേസിനോടൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അമ്മ എങ്കിൽ കുട്ടിക്ക് വരാം. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ജോണ്ടിസ്, റുബെല്ല പോലുള്ള ഇൽനെസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് എന്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്? ഡെഫ്നെസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കൺജനൈറ്റൽ റുബെല്ല സിൻഡ്രോം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, അത് ഇതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ള പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. റുബെല്ല ഇൻഫെക്ഷൻ ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് കൺജനൈറ്റൽ ഡെഫ്നെസ് ഇൻ അവർ കൺട്രി. ഓക്കെ, അതായത് കൺജനൈറ്റൽ ഡെഫ്നെസ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ആരാണ്? റുബെല്ല ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ഉള്ള ഒരു കോസ് എന്ന് പറയുന്നത് അയഡിൻ ഡെഫിഷ്യൻസി ആണ്. അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മ എന്താ അയഡിൻ കുറവാണ് എങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് എന്ത് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്? ഡെഫ്നെസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതാണ് ബർത്തിന് മുന്നേ ഡെഫ്നെസ് വരാനായിട്ടുള്ള മെയിൻ കോസസ് എന്ന് പറയുന്നത്. ഇനി ഡ്യൂറിങ് ബർത്ത്, അതായത് ഇപ്പോൾ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കുട്ടിക്ക് ഡെഫ്നെസ് വരാം? ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ഇൻസ്ട്രുമെന്റൽ ഡെലിവറി. ഇൻസ്ട്രുമെന്റൽ ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചില സാഹചര്യങ്ങളിൽ കുട്ടിയുടെ തല പുറത്തോട്ട് വന്നു എന്ന അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് വരുന്നില്ല. അപ്പൊ നമ്മൾ വാക്യൂം പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് തല പിടിച്ച് ഇങ്ങോട്ട് ഡെലിവറി എടുക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോ ചെവിയുടെ എന്തെങ്കിലും ഒരു നെർവിനോ മറ്റിനോ തകരാറ് പറ്റിയിട്ട് കുട്ടിക്ക് എന്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്? ഡെഫ്നെസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ റീസൺ ഡ്യൂറിങ് ബർത്തിൽ പറയുന്നത് ബർത്ത് അനോക്സിയ, അതായത് ലാക്ക് ഓഫ് ഓക്സിജൻ ടു ആൻ ഓർഗൻ ഓർ ടിഷ്യൂ അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. അതായത് ഡെലിവറി നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഏതെങ്കിലും ഒരു ഓർഗനിലോട്ടോ ടിഷ്യൂലോട്ടോ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു പോകും. ഇപ്പൊ അത് എന്താ നമ്മുടെ ഇയറിന്റെ ആ ഒരു ഭാഗത്താണ് ആ ഒരു ഓക്സിജൻ സപ്ലൈ കുറയുന്നതെങ്കിൽ ചിലപ്പോൾ എന്ത് വരാം? അവിടെ ഡെഫ്നെസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡ്യൂറിങ് ബർത്തിൽ സംഭവിക്കുന്ന കാരണങ്ങൾ. ഇനി ആഫ്റ്റർ ബർത്ത്, കുട്ടി ജനിച്ചു കഴിഞ്ഞ് കുട്ടിക്ക് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം? ഫസ്റ്റ് പറയുന്നത് ഡിസീസസ് ലൈക്ക് ജോണ്ടിസ്, ഹൈ ഫീവർ, MMR. ഓക്കെ, ജോണ്ടിസ്,
ഹൈ ഫീവർ, MMR എന്തുവാണ്? മംസ്, മീസിൽസ്, റുബെല്ല. ഓക്കെ, ഈ പറഞ്ഞ അസുഖങ്ങള് കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഭാവിയിൽ എന്ത് വരാം? ഡെഫ്നെസ് വരാം. പിന്നെന്താ? ഹെവി ഇൻടേക്ക് ഓഫ് ആന്റിബയോട്ടിക്സിന്റെ ഹെവി ആയിട്ടുള്ള ഇൻടേക്ക്. ഓക്കെ, ചൈൽഡ്ഹുഡ് ഇൽനെസസ് കൂടുതലും എന്താ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ധാരാളം ആന്റിബയോട്ടിക് ഒക്കെ അങ്ങനെ എടുത്തു കഴിഞ്ഞാലും അവർക്ക് എന്ത് സംഭവിക്കാം? ഡെഫ്നെസ് വരാം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് പറ്റി എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റി കഴിഞ്ഞാൽ അങ്ങനെ വരാം. സിവിയർ ബ്ലോ, ചെവിയിൽ നല്ല അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും എന്ത് വരാം? ഡെഫ്നെസ് വരാം. മെനിഞ്ചൈറ്റിസ് പഠിച്ചിട്ടില്ലേ? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് വഴിയിട്ടും ഡെഫ്നെസ് വരാം. നോയിസ് ഇൻഡ്യൂസ്ഡ് ഡെഫ്നെസ്. ഓക്കെ, നോയിസ് ഇൻഡ്യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് സിറ്റി ലൈഫ് ഒക്കെയാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ കുറെ നാള് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള നോയിസ് അടിച്ചടിച്ച് ആ കുട്ടിക്ക് എന്ത് വരാം? ഡെഫ്നെസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് കോസസ് ഓഫ് ഡെഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിയറിംഗ് ലോസ് ഇൻ ഇന്ത്യ, അതിന്റെ ഒരു എപ്പിഡമിയോളജി എന്തൊക്കെയാണ്, ഓക്കെ, അതിന്റെ റീസൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഇതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെക്കണം. ഏതാണ്? CSOM, ക്രോണിക് സപ്പുറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ. ഓക്കെ, നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പലതവണ പബ്ലിക് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഓട്ടൈറ്റിസ് മീഡിയ ആണ് ചൈൽഡ്ഹുഡില് കണ്ടക്റ്റീവ് ഡെഫ്നെസിന്റെ കോമണസ്റ്റ് കോസ് എന്ന് പറയുന്നത്. എന്താണ്? ഓട്ടൈറ്റിസ് മീഡിയ ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഓട്ടൈറ്റിസ് മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഡിൽ ഇയറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, വീക്കം, അതിനെയാണ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് നമുക്ക് ജലദോഷമൊക്കെ വന്ന് അത് കടുത്ത് കുട്ടികൾക്ക് ഇതുപോലെ ചെവിയിൽ വേദനയൊക്കെ വരുന്ന ഒരു കണ്ടീഷൻ വരും. ഓക്കെ, അതാണ് എന്തിലോട്ട് ലീഡ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഓട്ടൈറ്റിസ് മീഡിയയിലോട്ട് ലീഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മിഡിൽ ഇയറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതിനെയാണ് ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ടും ചൈൽഡ്ഹുഡിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ, കുട്ടികളിലാണ് ഓട്ടൈറ്റിസ് മീഡിയ കൂടുതലും കാണപ്പെടുന്നത്. രണ്ടാമത്തെ കണ്ടീഷനാണ് പ്രസ്ബൈക്യൂസിസ്. ഓക്കെ, ഇത് എന്താ? ഏജിങ് ആയിട്ട് വരുന്ന ഒരു ഹിയറിംഗ് ലോസിന്റെ പ്രോബ്ലം ആണ്. അതായത് വയസ്സായ ആൾക്കാർ, നമുക്കറിയാം വയസ്സാകും തോറും നമുക്ക് നമ്മുടെ കേൾവി ശക്തി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് പ്രസ്ബൈക്യൂസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്നത് ഓട്ടൈറ്റിസ് മീഡിയ, വയസ്സാകുമ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്നത് പ്രസ്ബൈക്യൂസിസ്. ഓക്കെ, ഇത് റിവേഴ്സിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തിരികെ റിവേഴ്സ് ചെയ്ത് പഴയ കേൾവി ശക്തിയിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് മറ്റു കാരണങ്ങൾ. ഓക്കെ, മറ്റു കാരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. എന്തൊക്കെയാ നോക്കിക്കേ. Those who had worked for more than 10 years in a heavy noisy industry. ഓക്കെ, ഭയങ്കര ശബ്ദമുള്ള ഒരു ഇൻഡസ്ട്രിയിൽ 10 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് വരാം? ഡെഫ്നെസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Those who had a habit of cleaning ears with hard and sharp object, നല്ല കൂർത്ത അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള സാധനമൊക്കെ വെച്ച് നമ്മൾ ചെവിയൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, അവർക്ക് ചിലപ്പോ അത് നമ്മുടെ എന്താ ടിമ്പാനിക് മെംബ്രെയിനിലൊക്കെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞ് അങ്ങനെ അവർക്ക് ഹിയറിംഗ് ലോസ് വരാം. മൂന്നാമത്തെ എന്താ? യൂസ് ഓഫ് ഇൻഡിജീനസ് ഇയർ ഡ്രോപ്സ് ലൈക്ക് ഓയിൽ, ലീഫി ജ്യൂസ്, കൗസ് യൂറിൻ ഓർ ബ്രസ്റ്റ് മിൽക്ക്. ഓക്കെ, ചില ആൾക്കാരുണ്ട് അവരെന്താ കണ്ണിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ചെവിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാല് എണ്ണയൊക്കെ എടുത്തൊഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചില പച്ചില മരുന്നൊക്കെ അരച്ച് കലക്കി ചെവിക്കകത്ത് ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗോമൂത്രം അതൊഴിക്കുന്ന ആൾക്കാരുണ്ട്. ബ്രസ്റ്റ് മിൽക്ക്, നമ്മുടെ മുലപ്പാലൊക്കെ ചെവിയിൽ ഒഴിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെവിയിൽ ഒഴിച്ചാൽ എന്ത് പറ്റും? അത് അവിടെ കിടന്ന് വീണ്ടും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് മൂലവും അത് പതിയെ പതിയെ മിഡിൽ ഇയർ, ഇന്നർ ഇയറിനെയൊക്കെ അഫക്ട് ചെയ്ത് വീണ്ടും അവിടെ കണ്ടീഷൻ വഷളായി പോകും. ഓക്കെ, ഇനി നാലാമത് പറയുന്നത് എന്താണ്? പൂവർ ഹൈജീൻ. പൂവർ ഹൈജീൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം വൃത്തിയില്ലെങ്കിൽ അവിടെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്തിലോട്ട് ലീഡ് ചെയ്യും? ഓട്ടൈറ്റിസ് മീഡിയ, ഇൻഫ്ലമേഷൻ ഓഫ് ദി മിഡിൽ ഇയർ, അതിലോട്ട് ലീഡ് ചെയ്യും. അപ്പോൾ
പൂവർ ഹൈജീൻ ഉള്ള ഒരു ഫാമിലി ആണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ ഹിയറിംഗ് ലോസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് എന്താണ് കൂടുതലാണ്. പിന്നെ നമ്മൾ അടുത്ത പറഞ്ഞത് കൺസാഗ്യൂനിയസ് മാരേജസ്, ബ്ലഡ് റിലേഷനിലുള്ള മാരേജ്. ഓക്കെ, അത് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും. പിന്നെ പോവേർട്ടി, ഓക്കെ, പോവേർട്ടി, പൂവർ ഹൈജീൻ, അത് ഓട്ടൈറ്റിസ് മീഡിയയിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, പിന്നെന്താ, അയഡിൻ ഡെഫിഷ്യൻസി എൻഡമിക് ആയിട്ടുള്ള ഏരിയാസ്, അവിടെയും സെൻസറി ന്യൂറൽ ഡെഫ്നെസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. പിന്നെ എന്തെങ്കിലും ട്രോമ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ ടിംപാനിക് മെംബ്രെയിനിലോട്ട് എന്തെങ്കിലും ഫോറിൻ ബോഡീസ് തുളച്ചു കയറി അവിടെ ഓട്ട വരുന്നത്, അതുപോലെ തന്നെ ടെമ്പറൽ ബോണിന് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ എന്തിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്, ഹിയറിംഗ് ലോസ്, അതുവഴി അത് ഡെഫ്നെസ്സിലോട്ടും ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ കോസസ് ഓഫ് എന്ത് ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ ഡെഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, പ്രിവെൻഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പ്രിവെൻഷൻ നിങ്ങൾ എല്ലാവർക്കും അറിയാം. എത്ര ലെവൽ പ്രിവെൻഷൻ ആണുള്ളത്? 4 ലെവൽ പ്രിവെൻഷൻ ആണുള്ളത്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ. ഓക്കെ, അപ്പൊ ഈ പ്രിവെൻഷൻ നിങ്ങൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. ഓക്കെ, കാരണം നിങ്ങൾക്ക് എക്സാമിന് ഇതിൽ നിന്ന് മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. എന്തൊക്കെയാ പ്രിവെൻഷൻ എന്ന് പറയുന്നത് എന്താ? അതായത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസീസ് ഇല്ല, ആ ഡിസീസിന്റെ റിസ്ക് ഫാക്ടർ ഇല്ല. ഓക്കെ, റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇപ്പൊ സ്മോക്കിംഗ്, ആൽക്കഹോൾ യൂസ്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് എക്സസൈസ്, അതിനെയൊക്കെയാണ് നമ്മൾ തന്നെ റിസ്ക് ഫാക്ടർ, ഒരു അസുഖം വരാനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതുവരെയും ഒരു അസുഖം വന്നിട്ടില്ല, അത് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സും ഒന്നുമില്ല. ഓക്കെ, എന്നാൽ അത് വരാതിരിക്കാൻ നമ്മൾ ചെയ്യാൻ, റിസ്ക് ഫാക്ടേഴ്സ് അവിടെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതായത് കൊച്ചു കുട്ടികളെ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൊച്ചു കുട്ടികളെ ഒരു വളർന്നു കുട്ടിക്കാലം മുതലേ അവരിൽ നല്ല ഹാബിറ്റ് വളർത്തിക്കൊണ്ട് വരിക. ഓക്കെ, അതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൈമറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ, അവിടെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അവിടെ ഡിസീസ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഡിസീസ് ഉണ്ടാവുന്നതിൽ നിന്ന് ആ കമ്മ്യൂണിറ്റിയെ തടയുന്നതാണ് പ്രൈമറി പ്രിവെൻഷൻ. അതായത് ഇപ്പൊ അവിടെ പുകവലിക്കുന്ന ആൾക്കാരുണ്ട്, എന്താ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് ഇതുവരെ എന്തൊന്നും വന്നിട്ടില്ല, അതുമൂലം ഉണ്ടാകുന്ന ഡിസീസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അത് വരാതിരിക്കാൻ അവരെ പ്രിവെന്റ് ചെയ്യുന്നതാണ് പ്രൈമറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അയാൾക്ക് എന്ത് വന്നു, ഡിസീസ് വന്നു, ആ ഡിസീസ് കൂടുതൽ വഷളാവാതെ നോക്കുന്നതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസീസ് വഷളായി, ഓക്കെ, അതൊരു ഡിസബിലിറ്റിയിലോട്ട് പോവാതെ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് നിർത്തുന്നതാണ് ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് നമ്മുടെ ഡെഫ്നെസിന്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പ്രൈമറി പ്രിവെൻഷൻ തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ primary prevention of sensory neural deafness is not possible. Presbycusis being an aging process cannot be prevented. Okay, first point പറയുന്നത് സെൻസറി ന്യൂറൽ ഡെഫ്നെസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, അത് നെർവിന് സംഭവിക്കുന്ന തകരാറാണ്, അല്ലെങ്കിൽ അത് ജനറ്റിക് പരമായിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പ്രസ്ബൈക്യൂസസ് എന്ന് പറയുന്നത് ഏജിങ് വഴി ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആണ്, ഹിയറിംഗ് ലോസ് ആണ്. ഓക്കെ, നമുക്ക് ഏജിങ്ങിനെ തടയാൻ പറ്റുമോ, പ്രായമാകുന്നത് തടയാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ല. നമുക്ക് എന്താ ഇനി തടയാൻ പറ്റുന്നത്, ഓട്ടൈറ്റിസ് മീഡിയ, അതായത് മിഡിൽ ഇയറിന് സംഭവിക്കുന്ന ആ ഒരു ഇൻഫ്ലമേഷൻ, അതുണ്ടാവുന്നത് നമുക്ക് എന്ത് ചെയ്യാം, തടയാൻ പറ്റും. എങ്ങനെയാണ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അതുണ്ടാവുന്നത് തടയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഓട്ടൈറ്റിസ് മീഡിയ ഉണ്ടാവുന്നതും എന്ത് ചെയ്യാൻ പറ്റും, തടയാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ ഹൈജീൻ കാര്യങ്ങള്, നല്ല സേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് സപ്ലൈ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഹെൽത്ത് എന്ത് ചെയ്യും, അതുപോലെ ഇംപ്രൂവ് ആകും. അതുവഴി നമുക്ക് എന്ത്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നത് കുറയാം, അതുവഴി ഓട്ടൈറ്റിസ് മീഡിയ വരുന്നത്
കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പറയുന്നത് MMR ക്യാൻ ബി കൺട്രോൾഡ് ത്രൂ എഫക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, നമ്മൾ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഒക്കെ ഉണ്ടല്ലേ, അതിൽ നമ്മൾ ഇപ്പൊ MMR അല്ല MR ആണ് കൊടുക്കുന്നത്. അപ്പൊ MR വാക്സിൻ ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്ത കുട്ടികൾക്കാണെങ്കിൽ ആ ഡിസീസസ് വരാനായിട്ടുള്ള ചാൻസ് അവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഡിസീസസ് കൺട്രോൾ ചെയ്താലും അത് ഒരു ഡെഫ്നെസ്സിലോട്ട് അല്ലെങ്കിൽ ഹിയറിംഗ് ലോസിലോട്ട് പോകുന്നത് നമുക്ക് തടയാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കൺസാജീനിയസ് മാരേജ് ഒക്കെ അതിനെ പറ്റിയിട്ട് അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ ഒക്കെ പറ്റിയിട്ട് ആൾക്കാരിൽ പറഞ്ഞ് മനസ്സിലാക്കി അത് അങ്ങനത്തെ മാരേജസ് നടത്തുന്നത് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, ലൗഡ് നോയ്സും ആയിട്ട് ഓവർ ആയിട്ടുള്ള ഒരു എക്സ്പോഷറിനെ എന്ത് ചെയ്യുക, തടയുക, അത് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ നമുക്ക് ഈ ഇപ്പൊ ചെവിന്നോ അല്ലെങ്കിൽ മൂക്കിന്നോ എന്തെങ്കിലും ഡിസ്ചാർജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കാര്യമാക്കാതെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കുക, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് ചെവിന്നോ മൂക്കുന്നോ ഒക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിൽ പോയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ അവരിൽ നിന്ന് തേടുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് ന്യൂട്രീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, വൃത്തി, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രീഷന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു പരിധി വരെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും. അതുവഴി ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസും കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഇത് രണ്ടെണ്ണമാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൾക്കാരെയൊക്കെ പീരിയോഡിക് ആയിട്ട് സ്ക്രീനിങ് നടത്തുക. അവർക്ക് എന്തെങ്കിലും ഹിയറിംഗ് ലോസ് ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് നടത്തുക. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആശാ വർക്കർമാര് ശൈലി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമുമായിട്ട് സർവേ എടുക്കാൻ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അവര് അതിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ഈ കേൾവിക്കുറവുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ് ചെവിന്ന് വരുന്നുണ്ടോ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അവര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ള സ്ക്രീനിങ് നേരത്തെ നടത്തി നമ്മൾ ഈ ഹിയറിംഗ് ലോസ് ഉണ്ടോ ഇല്ലയോ എന്ന് നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നേരത്തെ തന്നെ അതിനെ ട്രീറ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ഓക്കെ, അതാണ് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുവഴി എന്ത് ചെയ്യാം, ഫർദർ ഡാമേജിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഹെവി നോയ്സി ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും. ഓക്കെ, അവർക്കൊക്കെ പീരിയോഡിക് ആയിട്ട് ഒരു ഓഡിറ്ററി ചെക്കപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, മെനിഞ്ചൈറ്റിസ് ഒക്കെ വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കും നമ്മൾ ആ ഡിസീസിൽ നിന്ന് അവർ റിക്കവർ ആയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് പീരിയോഡിക് ആയിട്ട് ഓഡിറ്ററി ചെക്കപ്പ് ഒക്കെ നടത്തുക. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം, അതായത് ഈ കുട്ടികൾക്ക് 3 മാസം എത്തിക്കഴിഞ്ഞാല് കുട്ടികളെ സ്ക്രീൻ ചെയ്യണമെന്നുണ്ട്. അതായത് അവരുടെ കാഴ്ചക്ക് അല്ലെങ്കിൽ കേൾവിക്ക് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ജനിച്ച് 3 മാസത്തിനുള്ളിൽ അവരെ ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഇന്ത്യയിൽ അത്രത്തോളം പോസിബിൾ അല്ല, എന്നാലും നമ്മുടെ കേരളത്തിലൊക്കെ അത് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കുട്ടികളിൽ അതിനെ നേരത്തെ കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ഹിയറിംഗ് ലോസിലോട്ട് പോകുന്നത് തടയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ടെർഷറി പ്രിവെൻഷൻ. ടെർഷറി പ്രിവെൻഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസബിലിറ്റി പ്രിവെൻഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഇത് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അയാൾക്ക് ഓൾറെഡി എന്ത് വന്നു, ഹിയറിംഗ് ലോസ് ഉണ്ട്. അപ്പൊ അതിന് അയാളെ സഹായിക്കുക, അതിൽ നിന്ന് കുറച്ചെങ്കിലും അയാൾക്ക് ഹെൽപ്പ് കിട്ടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. എന്തെങ്കിലും സർജറി വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഈ ഹിയറിംഗ് എയ്ഡ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടില്ലേ, മറ്റേ നമ്മുടെ ഹിയറിംഗ് ബഡ്സ് പോലുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർ ചെവിയിലൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, അങ്ങനെയുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക.
അതുപോലെ തന്നെ എന്താ അവർക്ക് എന്തെങ്കിലും പ്രോസ്തെസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്ന, നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ലിംസ് ഒക്കെ കണ്ടിട്ടില്ലേ, വെപ്പുകാല്, ഓക്കെ, അങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഓർഗൻ അറ്റാച്ച് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പ്രോസ്തെസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചെവിയിൽ അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വെക്കുന്ന ഒരു സാധനമാണ് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഈ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ബൈലാറ്ററലി ഡെഫ് പേഷ്യൻസിനാണ് കൊടുക്കുന്നത്. അതായത് രണ്ട് ചെവിയും കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ട് ചെവിക്കും പ്രോബ്ലം ഉണ്ട്, ഒട്ടും കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇംപ്ലാന്റ് ആണ് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവര് പറയുന്ന ഒരു ഈ ഓഡിറ്ററി ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരുണ്ട്. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. നിഷ് എന്നാണ് പേര്. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ഓക്കെ, അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം, എക്സ്പാൻഷന് വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, അവര് ഓഡിറ്ററി ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ എന്താ ലിപ് ടീച്ചിങ്, അതായത് എന്താ നമ്മൾ സംസാരിക്കുന്നത് ചുണ്ടുകൾ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി പഠിപ്പിക്കും. ഓക്കെ, അത് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ടെക്നിക്സ്, സൈൻ ലാംഗ്വേജ് ടെക്നിക്സ്, അതായത് എന്താ ഓരോ ചിഹ്നങ്ങളിലൂടെ അവരെ എന്താ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓഡിറ്ററി ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇതിന്റെ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിഷ് എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടും നമുക്ക് ഹിയറിംഗ് ലോസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ. ഓക്കെ, അപ്പൊ അത്രയായപ്പോ ഡെഫ്നെസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കണ്ടീഷൻ ആണ്. ഓക്കെ, വിച്ച് പ്രിവെന്റ്സ് ദ അഫക്റ്റഡ് പേഴ്സൺ ഫ്രം ഹാവിംഗ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദെയർ മസിൽസ് ആൻഡ് നെർവ്സ്. ഓക്കെ, അതായത് ഈ ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടുള്ള ആൾക്കാരില് അവരുടെ മസിലിനും നെർവിലും ഉള്ള അവരുടെ ആ ഒരു കൺട്രോൾ എന്ത് ചെയ്യും, അവർക്ക് നഷ്ടപ്പെടും. ഇപ്പോ അവര് ഇങ്ങോട്ട് നടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ അവര് മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു, ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് നടക്കാൻ പറ്റില്ല. ഓക്കെ, അവരുടെ മനസ്സിന് ആഗ്രഹമുണ്ട് മുന്നോട്ട് നടക്കണമെന്ന്, പക്ഷെ അവരുടെ മസിൽ അതിനെ എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു കണ്ടീഷന് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. അവരുടെ മസിലിനോ അവരുടെ നെർവുകൾക്കോ എന്തെങ്കിലും ഒരു തകരാറ് പറ്റും. ഓക്കെ, they don't have the ability to move their limb in normal way. ഓക്കെ, അവരുടെ ലിംസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ കൈകാലുകൾക്കാണ് ലിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നോർമൽ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു എബിലിറ്റി അവർക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, orthopedic handicapped person's physical capacity is impaired by loss, deformity or paralysis of one or more limbs. Okay, ഒന്നോ അതിലധികമോ ലിംസുകൾക്ക് എന്ത് പറ്റും, അതിന് ഒരു ഡീഫോമിറ്റി, ഒരു തകരാറ് പറ്റുന്നു, അല്ലെങ്കിൽ അതിനൊരു പാരലിസിസ്, അതിനൊരു തളർച്ച പറ്റുന്നു. ഓക്കെ, ഇതൊക്കെയാണ് എന്തിലോട്ട് ലീഡ് ചെയ്യുന്നത്, ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിലോട്ട് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളതാണ് പോസ്റ്റ് പോളിയോ റെസിഡുവൽ പാരലിസിസ്. നമുക്കറിയാം പോളിയോ വന്നിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എന്ത് പറ്റും, പാരലിസിസ് പറ്റും. ഓക്കെ, അവരുടെ മസിലിനെ എന്ത് ചെയ്യും, അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അവർക്ക് എന്ത് ചെയ്യാം, ഒരു തളർച്ച മസിലിന് വന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നടക്കാനോ മൂവ് ചെയ്യാനോ ഒന്നും അവരുടെ ഇഷ്ടത്തിന് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ പോസ്റ്റ് പോളിയോ റെസിഡുവൽ പാരലിസിസ് എന്ന് പറയുന്നത് ഒരു ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിന്റെ എക്സാമ്പിൾ ആണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ കോസസ്, ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിന്റെ മെയിൻ കോസസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പഠിക്കണം. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏതാണ്, ആക്സിഡന്റ്സ് ആണ്. ഓക്കെ, ആക്സിഡന്റ് വഴിയിട്ടാണ് പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലോക്കോമോട്ടർ സിസ്റ്റത്തിന് ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണ്. അപ്പൊ ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ ലോക്കോമോട്ടർ സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് സംഭവിച്ചു കഴിഞ്ഞാലും എന്ത് പറ്റാം, ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് പറ്റാം. ഇപ്പൊ നിങ്ങൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കേട്ടിട്ടില്ലേ, നമ്മൾ വാദം എന്നൊക്കെ പറയും, ആമവാദം.
അങ്ങനെയൊക്കെ പറയത്തില്ലേ? ഓക്കെ, അതെന്താ, നമ്മുടെ ബോൺസിനും അതുപോലെ തന്നെ ജോയിന്റ്സിനൊക്കെ ഡിഫോമിറ്റി ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. അങ്ങനെ ലോക്കോമോട്ടർ സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് പറ്റിക്കഴിഞ്ഞാലും അത് എന്തിലോട്ട് ലീഡ് ചെയ്യും? ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, പിന്നെ പറയുന്നത് ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് ഓഫ് ജോയിന്റ്സ്. അത് നമുക്ക് ആർത്രൈറ്റിസ് വെച്ചിട്ട് പറയാം. പിന്നെന്താ, കൺജനൈറ്റൽ മാൽ ഫങ്ഷൻ. എന്താ, നമുക്ക് ജനിതകപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫോമിറ്റി വരാം. ഓക്കെ, അതുപോലെ തന്നെ എന്താ, ഡിസോർഡേഴ്സ് ഓഫ് മസിൽസിനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസോർഡർ ഉണ്ടെങ്കിലും അത് ഗ്രാജുവലി എന്തിലോട്ട് ലീഡ് ചെയ്യാം? ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിലോട്ട് ലീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കോസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡെഫ്നെസ് പഠിച്ചു, സെക്കൻഡ് ആണ് ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഓരോ കണ്ടീഷനും ഒരു 5 മാർക്ക് വീതം പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ ചോദിച്ചും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു കണ്ടീഷൻ? ഇപ്പൊ ഡെഫ്നെസ് ആണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എഴുതുക, 2 എക്സാമ്പിൾ എഴുതുക, പിന്നെ എന്തെഴുതുക? 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഡെഫിനിഷനും എക്സാമ്പിളും എഴുതിയിട്ട് പിന്നെ നമ്മൾ എഴുതേണ്ടുന്നത് എന്താണ്? അതിന്റെ കോസസ് എഴുതണം. ഓക്കെ, കോസസ് എഴുതിയിട്ട് അതിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടേഴ്ഷറി പ്രിവെൻഷൻ. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 5 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇവിടെ ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിന്റെ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ പ്രൈമറി പ്രിവെൻഷൻ ആയിട്ട് ഫസ്റ്റ് പറയുന്നത് ജനറൽ മെഷേഴ്സ് ആണ്. ജനറൽ മെഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പോപ്പുലേഷന്റെ എന്താ ഹൈജീൻ ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാടാ നമുക്ക് ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ പ്രിവെന്റ് ചെയ്യുക? അതായത് നമ്മൾ സേഫ് വാട്ടർ, സാനിറ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രീഷണൽ സ്റ്റാൻഡേർഡ്, ഹൈജീൻ, ഇതൊക്കെ ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിന് എന്ത് ചെയ്യുക? തടയാൻ പറ്റും. എങ്ങനെയായിരിക്കും? എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പോളിയോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ്. ഇതെന്താണ്? നമ്മുടെ ഒരു ഇൻറ്റസ്റ്റൈനൽ ഡിസീസ് ആണ്, വാട്ടർ ബോൺ ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ്. ഓക്കെ, അപ്പോ ഈ എന്താ, മലിനമായ ജലത്തിൽ കൂടി ഈ ഫീക്കസ് വഴിയിട്ടൊക്കെ ആയിരിക്കും ആ ഒരു വൈറസ് ഇയാളുടെ ദേഹത്ത് കയറിയിട്ടുള്ള. ഓക്കെ, അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളവും ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ സാനിറ്റേഷൻ, ലാട്രിൻസ്, ടോയ്ലറ്റ്സ്, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, ഒരു ഹൈജീൻ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാവുന്നത് തടയാൻ പറ്റും. ലൈക്ക് എന്താ, പോളിയോ പോലുള്ള ഡിസീസസ്, പാരലിസിസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിലോട്ട് ലീഡ് ചെയ്യുന്ന ഡിസീസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടയാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ജനറൽ മെഷർ എന്ന് പറയുന്നത്. ആ ഡിസീസ് ഉണ്ടാവാതെ നോക്കുക, അതുവഴി ഉണ്ടാകുന്ന ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിനെ തടയുക. രണ്ടാമത്തെ എന്താ? ഇംപ്രൂവിങ് ദ ജനറൽ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. ആൾക്കാരുടെ എന്താ, ഒരു എഡ്യൂക്കേഷൻ ലെവൽ നമ്മൾ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക. നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാം? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാം. എന്തിലൊക്കെ കൊടുക്കാം? നമ്മൾ പറഞ്ഞു ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിന്റെ മോസ്റ്റ് കോമണസ്റ്റ് കോസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ആക്സിഡൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ അവർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? നമ്മൾ ഇപ്പൊ 2 വീലേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഹെൽമെറ്റ് വിയർ ചെയ്യുക. അതിപ്പോ എന്താ, നമ്മൾ കാർ ഡ്രൈവ് ചെയ്തു പോകുന്നവരാണെങ്കിൽ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും വെൽഡിങ് പോലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരടുത്ത് എന്താ, അതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിൾസ് ഉണ്ട്. ഓക്കെ, അതിന് അവർ ധരിക്കേണ്ടുന്ന പ്രത്യേക കണ്ണടകളും മറ്റു കാര്യങ്ങളും പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറയാ? അവരടുത്ത് ക്ലിയർ ചെയ്യാൻ പറയാം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉള്ള ഇത് ചെയ്യുന്നത് വഴി നമുക്ക് ആ ആക്സിഡന്റ് കുറയ്ക്കാനും അതുവഴി ഉണ്ടാകുന്ന ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ എന്താ? ബൈ ലിമിറ്റിംഗ് ദ അവൈലബിലിറ്റി ഓഫ് ടൊബാക്കോ ആൻഡ് ആൽക്കഹോൾ. ഓക്കെ, ടൊബാക്കോ, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് പ്രിവെന്റ് ചെയ്യാം? എങ്ങനെയാണ്? ഇപ്പോ എന്താ, കള്ളു കുടിച്ച് വാഹനം ഓട്ടിക്കുന്നു. ഓക്കെ, എന്ത് പറ്റാം? ആക്സിഡന്റ് പറ്റാം. അതുവഴി എന്ത് പറ്റാം? അതൊരു ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിലോട്ട് ലീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അവൈലബിലിറ്റി എന്ത് ചെയ്യാം? നമ്മൾ ലിമിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജനറൽ മെഷേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ,
ഇനി സ്പെസിഫിക് മെഷേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു പ്രിവെന്റീവ് മെഷർ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നെന്ന് പറയുന്നത് സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് ലോസ് ടു അവോയ്ഡ് ആക്സിഡൻസ് ആൻഡ് ട്രോമ. ഓക്കെ, അതായത് എന്താണ്, ആക്സിഡൻസ് ട്രോമ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരിക. ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമ സംവിധാനം അതിന് വേണ്ടിയിട്ട് ഉണ്ട്. രണ്ടാമത്തത് മോഡിഫിക്കേഷൻ ഓഫ് മെഷീനറി ടു പ്രിവെന്റ് അഗ്രികൾച്ചറൽ ഓർ ഇൻഡസ്ട്രിയൽ ആക്സിഡൻസ്. നമുക്കറിയാം ഇപ്പൊ ഈ അഗ്രികൾച്ചറൽ പരമായിട്ട് നമ്മൾ ധാരാളം മെഷീനറീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലാണെങ്കിലും നമ്മൾ പലതരത്തിലുള്ള മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റ് നമ്മൾ വിപണിയിലോട്ട് ഇറക്കുന്നത്. ഓക്കെ, അപ്പോ ഈ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആ മെഷീൻസ് എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ എന്തെങ്കിലും കൂർത്ത് ഇരിക്കുന്ന മെഷീൻസ് ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മെഷീൻ കൊണ്ട് മാത്രം ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. അവിടെ തീർച്ചയായിട്ടും മാൻ പവറും കൂടി ഉണ്ടെങ്കിലേ ആ ഒരു ഇൻഡസ്ട്രി കറക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു പോകത്തുള്ളൂ. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് യൂസ് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ, അവർക്ക് ആക്സിഡൻസ് ഒന്നും പറ്റാത്ത രീതിയിലുള്ള മെഷീൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക. മൂന്നാമത് എന്താണ്, പ്രോപ്പർ ഇമ്മ്യൂണൈസേഷൻ ടു പ്രിവെന്റ് ഡിസീസ് ലീഡിങ് ടു ഹാൻഡിക്യാപ്പ്. ഓക്കെ, ഹാൻഡിക്യാപ്പിലോട്ട് ലീഡ് ചെയ്യുന്ന ഡിസീസുകളെ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ഇമ്മ്യൂണൈസേഷൻ എടുക്കുക. ഓക്കെ, അതിലാണ് നമ്മുടെ OPV IPV വാക്സിൻസ് ഒക്കെ ഇല്ലേ, പോളിയോയെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഇമ്മ്യൂണൈസേഷൻ വാക്സിൻസ് ഒക്കെ എടുക്കുക. പ്രൊവിഷൻ ഓഫ് പ്രോപ്പർ മെന്റൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. ഓക്കെ, എന്താണ് നമുക്ക് മാനസികപരമായിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മെന്റൽ കണ്ടീഷൻ ഓക്കെ അല്ല, മനസ്സെങ്ങോട്ടോ പോയി എങ്കിൽ നമ്മുടെ കൺട്രോൾ പോയി അത് എന്തിലോട്ട് ലീഡ് ചെയ്യാം, ഒരു ആക്സിഡന്റിലോട്ട് ലീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രോപ്പർ കെയർ ഓഫ് ഓൾഡ് പേഴ്സൺസ് ടു പ്രിവെന്റ് ഡൊമസ്റ്റിക് ആക്സിഡൻസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള വൃദ്ധരായിട്ടുള്ള ആൾക്കാരിൽ അത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. കാരണം എന്താ, നമുക്കറിയാം വയസ്സാകും തോറും നമ്മുടെ ശാരീരികപരമായിട്ടുള്ള പല കാര്യങ്ങളും എന്തായിക്കൊണ്ടിരിക്കുക, ഗ്രാജുവലി അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ചിലപ്പോൾ അവരുടെ മസിൽ പവറും അതുപോലെ തന്നെ ബോൺ പവറൊക്കെ എന്ത് ചെയ്യാം, കുറഞ്ഞു പോയി തട്ടിയും തടഞ്ഞും അവിടെയൊക്കെ വീഴാം. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ഓർമ്മശക്തിയും കേൾവിശക്തിയും എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഡൊമസ്റ്റിക് ആക്സിഡൻസ്, അവർക്ക് കൂടുതലും എങ്ങനത്തെ ആക്സിഡൻസ് ആണ് പറ്റുന്നത്, അവര് പുറത്തോട്ട് വണ്ടി ഓടിച്ചും കാർ ഓടിച്ചും ഒന്നും അവരെന്ത് ചെയ്യത്തില്ല, പോകാൻ പറ്റത്തില്ല. അവർക്ക് പ്രധാനമായിട്ടും വീടിനുള്ളില് ഡൊമസ്റ്റിക് ആക്സിഡൻസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കൂർത്ത സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീടുകളിൽ നമ്മൾ മക്കളെന്ന രീതിയിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവരെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുക. ഓക്കെ, പിന്നെ പറയുന്നത് പബ്ലിക് അവയർനെസ് റിഗാർഡിംഗ് ദ എഫക്ട്സ് ഓൺ യൂസ് ഓഫ് ടൊബാക്കോ, ആൽക്കഹോൾ എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അവയർനെസ് എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് സ്പെസിഫിക് മെഷർ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ ഓഫ് ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പിലാണ് ജനറൽ മെഷറും പറഞ്ഞു, സ്പെസിഫിക് മെഷറും പറഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സെക്കൻഡറി പ്രിവെൻഷൻ ഓഫ് ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് ആണ്. ഓക്കെ, അപ്പോ സെക്കൻഡറി പ്രിവെൻഷനിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. നേരത്തെ ആ ഒരു കണ്ടീഷൻ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ഏതൊരു കണ്ടീഷനിലും നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ, നിങ്ങൾ ഇനി ഏതൊരു ഡിസീസ് പഠിച്ചാലും അവിടുത്തെ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത്. ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസസ് ലീഡിങ് ടു ഡിസബിലിറ്റി, അതായത് ഡിസബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ഡിസീസിനെ നേരത്തെ കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്ത് എടുക്കുക. ഒരു ഫോർ എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്കുലോസ്കെലിറ്റൽ ട്യൂബർകുലോസിസ്, അതായത് നമുക്കറിയാം TB, ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് നമ്മൾ ഘോരം പഠിക്കുന്ന ഒരു ഡിസീസ് ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഡിസീസ് നമുക്കറിയാം അത് ലങ്സിനെ മാത്രമല്ല അഫക്ട് ചെയ്യുന്നത് TB. ഓക്കെ, അത് കുറെ സ്ട്രക്ചേഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് TB അഫക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റവും മസ്കുലാർ സിസ്റ്റവും. ഓക്കെ, അപ്പൊ TB ഈ ഒരു നമ്മുടെ ലോക്കോമോട്ടർ സിസ്റ്റത്തെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിലോട്ട് ലീഡ് ചെയ്യും, ഡിസബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ TBയുടെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഓക്കെ,
നമുക്ക് അതിന്റെ എന്താ കുറച്ച് പ്രോട്ടോകോളും ഒക്കെ അവര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതൊക്കെ അവിടെ പഠിച്ചു കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്പ്യൂട്ടം ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് നേരത്തെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ പീരിയോഡിക് ആയിട്ട് ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ മസ്കുലോ സ്കെലറ്റൽ ട്യൂബർകുലോസിസിനെ നമുക്ക് ഇതുപോലെ ഏർലി ഡിറ്റക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ ട്യൂബർകുലോസിസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 6 മാസത്തെ കോഴ്സിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ പറയുന്നതാണ് സെപ്റ്റിക് ആർത്രൈറ്റിസ് ഓഫ് ഇൻഫൻസി, അതായത് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഡിസബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്യും. അതും നമുക്ക് നേരത്തെ സ്ക്രീനിങ് വഴി കണ്ടെത്താനായിട്ട് പറ്റും. പിന്നെന്താ, ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ഇതുപോലെ ചിലപ്പോൾ ഡിസബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്യാം, അതിനെ നേരത്തെ കണ്ടെത്തി ട്രീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡയബറ്റിക്. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താ ഈ നമ്മുടെ ഡയബറ്റിക് പ്രമേഹമൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് എന്താ, അവർക്ക് മുറിവൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങത്തില്ല, ഉണങ്ങാൻ പാടാണ്. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ആൾക്കാർ കാണും. എന്താ, ഇങ്ങനെ കാലിലൊക്കെ മുറിവ് വന്ന് അത് ഭയങ്കര വ്രണമായി ലാസ്റ്റ് ആ കാല് തന്നെ മുറിച്ചു മാറ്റേണ്ടുന്ന അവസ്ഥ വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എന്താ, അത് അവരെ ഒരു ഡിസബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡയബറ്റിക് നമ്മൾ പീരിയോഡിക് ആയിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ലെവലൊക്കെ ചെക്ക് ചെയ്ത് അത് ഡയറ്റിലൂടെയൊക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഡയബറ്റിക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി ഉണ്ടാകുന്ന ഡിസബിലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് അഡക്വേറ്റ് പ്രൊവിഷൻ ഓഫ് ഡ്രഗ്സ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ലീഡിങ് ടു ഡിസബിലിറ്റി. അതായത് ഇത്തരത്തിൽ നമ്മൾ സ്ക്രീനിങ്ങിലൂടെ ഈ പറഞ്ഞ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിസീസസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഡയബറ്റിക്സിനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇൻസുലിൻ തെറാപ്പി ഉണ്ട്, ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള ഡ്രഗ് ഉണ്ട്, ട്യൂബർക്ലോസിസിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ് എല്ലാം എന്താ നമ്മുടെ ഇപ്പൊ PHCകളിലായാലും എന്താ പ്രൈമറി ലെവലിൽ വരെ അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഡക്വേറ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഡ്രഗ്സിന്റെ പ്രൊവിഷൻ നടത്തുക. അഡക്വേറ്റ് പ്രൊവിഷൻ ഫോർ സ്പെഷ്യലിസ്റ്റ് ട്രീറ്റ്മെന്റ് ലൈക്ക് ട്രാക്ഷൻ, ബ്രേസസ്, സ്പ്ലിൻ എക്സെട്ര ഫോർ ഓർത്തോപീഡിക് ഡിസോർഡേഴ്സ്. ഓക്കെ, അതായത് ഇപ്പോ ഓർത്തോപീഡിക് ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ എന്താണ്, നമുക്കറിയാം സ്പ്ലിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കൈക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാല് സ്പ്ലിന്റ് ഇട്ടുകൊണ്ട് കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? അറിയത്തില്ലേ ആ ഒരു സാധനം? അതുപോലെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എയ്ഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ലിംബ്, വെയ്പ്പ് കാലുണ്ട്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ഏർലി എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഫോർ ഇഞ്ചുറീസ്, ഫ്രാക്ചേഴ്സ് ആൻഡ് വൂൺസ്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ ഫ്രാക്ചർ അല്ലെങ്കിൽ വൂണ്ട്, മുറിവുകളൊക്കെ ആയിട്ട് വരുന്നവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എത്രയും പെട്ടെന്ന്, അതാണ് അവിടെ ഏർലി എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് കുറച്ച് താമസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്തിലോട്ട് ലീഡ് ചെയ്യാം, ഒരു ഡിസബിലിറ്റിയിലോട്ട് ലീഡ് ചെയ്യാം, അതൊരു ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് ആയിട്ട് മാറാം. ഓക്കെ, അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡറി പ്രിവെൻഷനിൽ മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി വരുന്നത് എന്താണ്, ടെർഷ്യറി പ്രിവെൻഷൻ ആണ്. അപ്പോ ടെർഷ്യറി പ്രിവെൻഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, അവരുടെ സെൽഫ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും എന്താ ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് ഉള്ള ഒരാളാണ്, അയാൾക്ക് ദൈനംദിനം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി അയാൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ്, ഓരോ സാധനങ്ങൾ കാണും. അതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ വീടുകളിലായാലും വർക്ക് പ്ലേസിലായാലും അവർക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മോഡിഫൈ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പൊ ഡോറൊക്കെ എന്താ തുറക്കാനും അടയ്ക്കാനും ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉള്ളവരായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് എണീറ്റ് വന്നിരുന്ന് അത് തുറക്കുന്നതിനും അടയ്ക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് കാണും. ഓക്കെ, അപ്പോൾ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഡോർസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ വർക്ക് പ്ലേസിലും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. രണ്ടാമത് പറയുന്നത് പ്രൊവിഷൻ ഓഫ് വേരിയസ് തെറാപ്പീസ്. ഓക്കെ, നമുക്കറിയാം ഇത്തരത്തില് ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്
നമ്മൾ ധാരാളം തെറാപ്പീസ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫിസിയോതെറാപ്പി, എന്താണ് നമ്മുടെ എന്താ അവർക്ക് മസിലിനൊക്കെ നല്ല തിരുമി മസിലൊക്കെ നന്നായിട്ട് എടുക്കുന്ന ഫിസിയോതെറാപ്പി. പിന്നെന്താ? ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോലി സംബന്ധമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന തെറാപ്പി. സൈക്കോളജിക്കൽ തെറാപ്പി. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈക്കോളജിക്കൽ തെറാപ്പി തന്നെയാണ്. കാരണം ഇപ്പൊ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അയാൾ മാനസികപരമായിട്ട് ഡൗൺ ആയി പോകാനായിട്ടുള്ള ചാൻസ് കാണും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ എന്താ സൈക്കോളജിക്കൽ തെറാപ്പീസ് ഒക്കെ കൊടുത്ത് അവരെ എന്താ മാനസികപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ബോൾഡ് ആക്കി കൊണ്ടുവരണം. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അതുവഴി ചിലപ്പോൾ അവരുടെ ഫിസിക്കൽ സൈക്കോളജിക്കൽ ഔട്ട്ലുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇംപ്രൂവ് ആക്കിക്കൊണ്ട് വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവർക്ക് തന്നെ അവരുടെ കഴിവുകളെ വളർത്തിക്കൊണ്ട് വരിക. ഇപ്പൊ പാട്ട് പാടാൻ കഴിയുന്നവരായിരിക്കും, ചിത്രം വരയ്ക്കാൻ കഴിയുന്നവരായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എന്താ പറയുന്നത്? പ്രൊവിഷൻ ഓഫ് ടെക്നിക്കൽ എയ്ഡ്സ്. ഓക്കെ, നമ്മുടെ ആർട്ടിഫിഷ്യൽ ലിംബ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പ്രൊവിഷൻ ഓഫ് സോഷ്യൽ ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ്, ഗൈഡൻസ് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, സാമൂഹികപരമായിട്ടും വൊക്കേഷണൽ പരമായിട്ടുള്ള കൗൺസിലിംഗും ഗൈഡൻസും ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. പ്രൊവിഷൻ ഓഫ് വേരിയസ് കൺസെഷൻ ടു ദ ഹാൻഡിക്യാപ്സ് ഇൻക്ലൂഡിംഗ് റിസർവേഷൻ ഇൻ എംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പലതരത്തിലുള്ള കൺസെഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പഠിക്കും, അവർക്ക് എന്തൊക്കെ കൺസെഷൻസ് ആണ് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു ജോലി എടുത്തു നോക്കിക്കഴിഞ്ഞാലും 4% റിസർവേഷൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇവരെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോൾ എന്ത് കഴിഞ്ഞു? നമ്മുടെ ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഓട്ടിസം. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡെഫ്നെസ്സും പറഞ്ഞു, ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഓട്ടിസം. ഓക്കെ, അപ്പോ ഈ ഓട്ടിസത്തിന്റെ വേറൊരു പേരാണ് സ്പെക്ട്രം ഡിസോർഡർ. അത് പഠിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. വിച്ച് എമംഗ് ദ കണ്ടീഷൻ ഈസ് നോൺ ആസ് സ്പെക്ട്രം ഡിസോർഡർ എന്ന് പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓട്ടിസം ആണ് സ്പെക്ട്രം ഡിസോർഡർ എന്ന് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ the severity of the symptoms ranges from a mild learning and social disability to severe impairment with multiple problem and highly unusual behavior. അതായത് നമുക്ക് എന്താ ഓട്ടിസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താണ്, അവർക്ക് കമ്മ്യൂണിക്കേഷനിലും സോഷ്യൽ പരമായിട്ടുള്ള ആക്ടിവിറ്റീസിലും എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ കാണും. അതായത് ബാക്കിയുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്താ പെരുമാറുന്നത് പോലെ അവർക്ക് നോർമൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പെരുമാറാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അത് ചിലപ്പോ മൈൽഡ് ആയിട്ടുള്ള അവരുടെ ലേണിംഗ് ഡിസബിലിറ്റി ആകാം, അല്ലെങ്കിൽ സോഷ്യൽ ഡിസബിലിറ്റി. അത് മൈൽഡ് ആയിട്ടുള്ളതിൽ നിന്ന് സിവിയർ ആയിട്ടുള്ളത് വരെ പോകാം. ആ ഒരു സ്പെക്ട്രം കാണിക്കാം, മൈൽഡ് ടു സിവിയർ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? ഒരു സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഓട്ടിസത്തിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ടാണ് ആ ഒരു ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, ഓട്ടിസം ഈസ് എ ഡിസോർഡർ ഓഫ് ദി ബ്രെയിൻ that causes a lifelong development of disability, primarily affecting the communication and the social ability of the people. Okay, ഓട്ടിസം എന്ന് പറയുന്നത് ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ്. ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്താ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി ആണ് എന്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് സൊസൈറ്റിയിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ഓക്കെ, സിംറ്റംസ് ഓഫ് ദി കണ്ടീഷൻ ആർ എവിഡന്റ് എയ്തർ ഫ്രം ബർത്ത് ഓർ മേ ബിഗിൻ ടു അപ്പിയർ ആഫ്റ്റർ എ പീരീഡ് ഓഫ് നോർമൽ ഡെവലപ്മെന്റ്, ഡെഫിനറ്റ്ലി ബൈ ദ ടൈം 2 and 2.5 year old. അതായത് ഈ ഓട്ടിസം ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു, നമുക്ക് ഒരു 1.5 വയസ്സാകും അല്ലെങ്കിൽ 2 വയസ്സാകുന്നത് വരെ നമുക്ക് ഈ ഒരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഒരു 2-2.5 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുട്ടിക്ക് ഓട്ടിസം ഉണ്ടോ ഇല്ലയോ എന്ന്. കാരണം
ഇപ്പൊ ഒരു 2 വയസ്സാകുമ്പോ തന്നെ ഒരു കുട്ടിക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാനും ഇപ്പൊ എന്താ എന്താ സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് വന്നു തുടങ്ങും. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ എന്താ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നതിനോട് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ അത് പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താ പാരന്റ്സും മറ്റാൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നുള്ളൊരു തിരിച്ചറിവ് വരാനുള്ള ഒരു പ്രായമാകും ഒരു 2-2.5 വയസ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു രീതിയിൽ അതായത് നോർമൽ കുട്ടികളെ പോലെ പെരുമാറാനുള്ള ഒരു കഴിവ് അവർക്ക് എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. ഓക്കെ 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 അപ്പൊ ഓട്ടിസം വന്നിട്ടുള്ള കുട്ടികൾക്ക് ആണെങ്കിൽ അവര് അതിനോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനാണ് അവർക്ക് മെന്റൽ ഡിസോർഡേഴ്സും ചിലപ്പോൾ കാണാം. ഓക്കെ, ചില കുട്ടികൾക്ക് അത് എന്താ നമ്മുടെ ലേണിങ്ങിനെ മാത്രം അഫക്ട് ചെയ്യുന്ന ഓട്ടിസം കാണും, ചിലർക്ക് അത് മെന്റൽ ഡിസോർഡേഴ്സോട് കൂടിയിട്ട് വരാം. ഓക്കെ, അങ്ങനെയൊക്കെ വരാം. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് 80% ഓഫ് ദിസ് അഫക്റ്റഡ് ബൈ ഓട്ടിസം ആർ ബോയ്സ്. ഓക്കെ, ഈ ഓട്ടിസം ഉള്ളതിൽ 80% എന്താ ആൺകുട്ടികളെയാണിത് അഫക്ട് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, ഓട്ടിസത്തിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടുന്നത് അതിന്റെ വേറൊരു പേര് സ്പെക്ട്രം ഡിസോർഡർ ആണെന്നുള്ളതും ഇത് 80% അഫക്ട് ചെയ്യുന്നത് ബോയ്സിനെയാണ് എന്നുള്ളതും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി എ ചൈൽഡ് വിത്ത് ഓട്ടിസം മേ ഹാവ് നോർമൽ ഓർ ഹൈ IQ. ഓക്കെ, ഇപ്പൊ ഓട്ടിസം ഉള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരാളെ പോലത്തെ IQ അല്ലെങ്കിൽ അതിൽ കൂടുതൽ IQ ഉള്ള ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ കാണാം. ഓക്കെ, be able to attend regular schools. However, this person may have difficulty in expressing ideas and mix with the people. ഓക്കെ, ഇപ്പൊ അവര് ചിലപ്പോൾ നോർമൽ കുട്ടികളെ പോലെ തന്നെ സ്കൂളുകളിലൊക്കെ പോവാം, പല ആക്ടിവിറ്റീസിൽ പങ്കെടുക്കും. പക്ഷെ ഇവർക്കുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയങ്ങൾ ഇവര് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് മാറും. ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ എന്താ ഇപ്പൊ ചെറുതായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യങ്ങളാണെങ്കിൽ അവർ അതിനെ വലിയ ഒരു രീതിയിൽ ആക്കി മാറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കുട്ടികളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ പറയുന്നത് സംടൈംസ് മേ അപ്പിയർ ഹൈപ്പർ ആക്റ്റീവ്. ചില സമയത്ത് ഇവർ ഭയങ്കര ഹൈപ്പർ ആയിട്ട് ഇരിക്കുന്ന കാണാം, ചില സമയത്ത് അതുപോലെ തന്നെ ഇവർ എന്തായിട്ട് സാഡ് ആൻഡ് ഗ്ലൂമി ആയിട്ടിരിക്കുന്നതും കാണാം. ഓക്കെ, ഇനി ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ മേ പ്രിഫർ ടു പ്ലേ വിത്ത് ഒബ്ജക്റ്റ് വിച്ച് ആർ നോട്ട് ടോയ്സ്. ഇമ്പോർട്ടന്റ് ആണ്. അതായത് സാധാ കുട്ടികൾ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് ഇവര് കത്തിയും ബ്ലേഡും വെട്ടുകത്തിയൊക്കെ വെച്ചിട്ടായിരിക്കും കളിക്കുന്നത്. ഓക്കെ, ഇവരുടെ ടോയ്സ് എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, അത് നോർമൽ ആണോ? അല്ല. അപ്പൊ ഇതാണ് അവരുടെ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള കുട്ടികളെ പോലെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെരുമാറാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ എബിലിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഡിസബിലിറ്റി, അതാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഈ ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് കവിത എഴുതുന്നവര് കാണും, നന്നായിട്ട് പാട്ട് പാടുന്നവര് കാണും, ചിത്രങ്ങൾ വരയ്ക്കുന്നവര് കാണും. പക്ഷെ എന്തില്ല, അവർക്ക് ചില സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. ഓക്കെ, നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള കുട്ടികളുടെ എന്താ ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കലാപരമായ കഴിവുകളിൽ അവര് മികച്ചവരായിരിക്കും. ഓക്കെ ഓക്കെ ഇനി ഈ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒരു 6 പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 6 പഠിച്ചിട്ട് പോവാ. എന്താ, ഫസ്റ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത് സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഇവർക്ക് ശരിയായിട്ടുള്ള ഉറക്കം എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. പിന്നെ മെന്റൽ ഡിസോർഡർ ഉണ്ടായിരിക്കും. അറ്റാക്കിംഗ് നേച്ചർ. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അവരെപ്പോഴും എന്താ ഒരു ഒരു അറ്റാക്ക് ചെയ്യുന്ന നേച്ചറിലായിരിക്കും നിൽക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചിലപ്പോ ഒരു കാരണവും ഇല്ലാതെ എന്ത് ചെയ്യും, അവര് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, പിന്നെ ഇവർക്ക് ഡിപ്രഷൻ കാണും, അതുപോലെ തന്നെ എപ്പിലെപ്സി. ഓക്കെ, എപ്പിലെപ്സി എപ്പിലെപ്സി അറിയത്തില്ലേ, നമ്മള് ജെന്നി എന്നൊക്കെ പറയത്തില്ലേ? ഓക്കെ, ആ സാധനമാണ് എപ്പിലെപ്സി. നിങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു എപ്പിലെപ്സി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടായിട്ടുള്ളത് ആയിട്ട് കാണാനായിട്ട് കഴിയും. ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആക്ച്വലി ഇതിന് നമുക്ക് എന്തില്ല, ഡ്രഗും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലാതെയുള്ള കുറച്ച് തെറാപ്പീസ് കൊടുത്ത്
ഒരു പരിധി വരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകാന്നല്ലാതെ നമുക്ക് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോ നമ്മൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തെറാപ്പീസ് ആണ് ഇവർക്ക് പ്രിഫർ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്നാണ് ഇവരുടെ ട്രീറ്റ്മെന്റ് പരമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ബിഹേവിയറൽ തെറാപ്പി. ഓക്കെ, അതായത് എന്താ, since this child has no ability to express his needs properly, he will get violent when he does not get what he really want. Okay, അതായത് ഇപ്പൊ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു നീഡ്, ഒരു ആവശ്യം കാണും. ഓക്കെ, പക്ഷേ അത് പ്രോപ്പർ ആയിട്ട് പാരന്റ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയത്തില്ല. ഓക്കെ, അപ്പോ ആ ഒരു കാര്യം കിട്ടാതെ വരുമ്പോഴത്തേക്കും ഇവർക്ക് അത് വേണമെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, ഇവർക്ക് അത് കിട്ടുന്നുമില്ല. അപ്പൊ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? വയലന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോ അവരുടെ ആ ഒരു ബിഹേവിയറിനെ നമ്മൾ എന്ത് ചെയ്യുക? ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് ബിഹേവിയറൽ തെറാപ്പി. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ, എനിക്ക് ഇന്നത് വേണം എന്ന് അവരെ പറയാനായിട്ട് എന്ത് ചെയ്യുക? ഒരുക്കി കൊണ്ടുവരിക. അതാണ് ബിഹേവിയറൽ തെറാപ്പി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പാരന്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹിസ് നീഡ്സ് ആൻഡ് പ്രൊവൈഡ് ഹിസ് നീഡ്സ് ബിഫോർ ദ ചൈൽഡ് ഗെറ്റ് ആജിറ്റേറ്റഡ്. ഓക്കെ, ഈ കുട്ടി വയലന്റ് ആകുന്നതിന് മുന്നേ തന്നെ പാരന്റ്സ് അവന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അവന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാകുക. ഇതാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്? ബിഹേവിയറൽ തെറാപ്പിയിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താ? മെഡിക്കൽ തെറാപ്പി. ഓക്കെ, മെഡിക്കൽ തെറാപ്പി ആക്ച്വലി നമ്മൾ പറഞ്ഞു ഓട്ടിസത്തിന് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോ നമ്മള് ഇവരുടെ കുറച്ച് സിംറ്റംസ് കാണും. അതായത് ഹൈപ്പർ ആക്ടിവിറ്റി, ഡിപ്രഷൻ, സ്ലീപ്ലെസ്നെസ്, കെയർലെസ്നെസ്, ഇങ്ങനെയുള്ള കുറച്ച് സിംറ്റംസിനുള്ള സർട്ടൻ മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളത് നമുക്കിതിനെ എന്താണ് മെഡിക്കൽ തെറാപ്പിയിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ ഇതിനില്ല. സിംറ്റത്തിനെ കുറയ്ക്കുന്ന കുറച്ച് ഡ്രഗ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഉറക്കമില്ലായ്മയ്ക്കാണെങ്കിൽ അതിനുള്ള ഡ്രഗ് കൊടുക്കുക, ഹൈപ്പർ ആക്ടിവിറ്റിക്ക് ആണെങ്കിൽ അതിനുള്ള ഡ്രഗ്. ഓക്കെ, അങ്ങനെ സിംറ്റം കുറയ്ക്കുന്ന ഡ്രഗുകൾ കൊടുക്കുക. ഇതാണ് മെഡിക്കൽ തെറാപ്പിയിൽ അവര് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തത് ഡെവലപ്മെന്റൽ തെറാപ്പി. ഓക്കെ, അതായത് എന്താണ്? enable child to do things by himself. The capacity for learning and listening can be enhanced by this way. അതായത് ഇവരുടെ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള IQ കാണുന്ന കുട്ടികളായിരിക്കും, നല്ല പാട്ട് പാടുന്ന, ചിത്രങ്ങൾ വരയ്ക്കുന്നത്, ഓക്കെ, അങ്ങനെ ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ. അപ്പൊ ഇവരിൽ എന്ത് കഴിവാണോ ഉള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചുകൂടി മികച്ചതാക്കി കൊണ്ടുവരാൻ, അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഡെവലപ്മെന്റൽ തെറാപ്പി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് ഫാമിലി തെറാപ്പി. ഓക്കെ, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് വേണ്ടുന്നത് ഫാമിലി സപ്പോർട്ടാണ്. അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായി പോയി, ഓക്കെ എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ നമ്മൾ ആ കുട്ടിയെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു കൊടുക്കാൻ നോക്കുക. ഓക്കെ, അതാണ് ഫാമിലി തെറാപ്പി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തത് ടീച്ചിങ് തെറാപ്പി. ഓക്കെ, അതായത് അവരുടെ ആ ഒരു IQ ലെവൽ അതായത് ഈ ഓട്ടിസം വന്ന ഈ ഒരു കുട്ടിയുടെ IQ ലെവൽ എത്രയാണെന്ന് ഒരു ടീച്ചറിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് തിരിച്ചറിഞ്ഞ് ആ ലെവലിലുള്ള ഒരു എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക? ആ കുട്ടിക്ക് കൊടുക്കുക. അതാണ് ടീച്ചിങ് തെറാപ്പി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഓട്ടിസത്തിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഓട്ടിസം. അപ്പോ ഓട്ടിസം പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ടും നോക്കേണ്ടുന്നത് എന്താണ് ഓട്ടിസം? അതിന്റെ വേറൊരു പേര് സ്പെക്ട്രം ഡിസോർഡർ. 80% ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളും എന്താ ബോയ്സ് ആണ്. നമ്മുടെ സോഷ്യൽ പരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ് അവർക്കൊരു ലിമിറ്റേഷൻ വരുന്നത്. അല്ലാതെ അവരുടെ IQ ലെവൽ, മറ്റു കഴിവുകളൊക്കെ ഹൈ ആയിരിക്കും. അങ്ങനെ ഓട്ടിസത്തെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. പിന്നെ എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് കുറച്ച് തെറാപ്പീസ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അതെന്തൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഓട്ടിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വിഷ്വൽ ഡിസബിലിറ്റി. നെക്സ്റ്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് വിഷ്വൽ ഡിസബിലിറ്റി. ഇതും കൂടെ പഠിക്കുമ്പോഴത്തേക്കും ഈ ഡിസബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വിഷ്വൽ ഡിസബിലിറ്റിയിലെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, നോക്കിക്കേ,
Blindness is a major problem in reduced economic and social state. Causes of blindness in developing countries are malnutrition, infection, and lack of eye care. In developed countries, it is mainly due to degenerative or metabolic disorders. എന്താണ് പറയുന്നത്? നമ്മുടെ ഈ പറഞ്ഞ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ താഴ്ന്ന വരുമാനമുള്ളതും താഴ്ന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളതുമായിട്ടുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒരു മേജർ പ്രോബ്ലം ആണ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോ ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രി, അവിടെ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ മാൽന്യൂട്രീഷൻ, ഇൻഫെക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് ഐ കെയർ ആണ്. എന്നാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ലൈക്ക് ഇപ്പോ സ്വിറ്റ്സർലൻഡ് ഒക്കെ പോലുള്ള ഒരു ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ അവിടെ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? ഡീജനറേറ്റീവ് ഓർ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിരിക്കും. എന്താണ് ഡീജനറേറ്റീവ് ഓർ മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തിനുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ്. ഓക്കെ, ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഓക്കെ, അത്തരത്തിലുള്ള കണ്ടീഷൻസ് വഴിയിട്ടാണ് ഡെവലപ്ഡ് കൺട്രീസിൽ എന്തുണ്ടാവുന്നത്? ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ WHO എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ബ്ലൈൻഡ്നെസ്സിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ബ്ലൈൻഡ്നെസ് ആസ് വിഷ്വൽ അക്വിറ്റി ഓഫ് ലെസ് ദാൻ 3/60 ഓർ വിഷ്വൽ ഫീൽഡ് ലോസ്. അതായത് വിഷ്വൽ അക്വിറ്റി 3/60 കുറവായിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്ലൈൻഡ്നെസ് ഉണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് 3 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ ഫിംഗേഴ്സ് കൗണ്ട് ചെയ്യാനായിട്ട് അവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റത്തില്ല. അതായത് ഇപ്പൊ നമ്മളൊരു 3 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നിട്ട് അയാളടുത്ത് ഈ നമ്മുടെ ഫിംഗേഴ്സ് ചെയ്യാനായിട്ട് പറയണം. ഓക്കെ, അപ്പൊ അയാൾക്ക് അതിന് കഴിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബ്ലൈൻഡ്നെസ് ഇല്ല. എന്നാൽ അയാൾക്ക് അതിനൊരു ഇനബിലിറ്റി ഉണ്ട്, അയാൾക്ക് അത് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പറയാം അയാൾക്ക് ബ്ലൈൻഡ്നെസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ ഓക്കെ അപ്പോ എന്താണ് വിഷ്വൽ അക്വിറ്റി എന്നുള്ളത് പഠിച്ചിരിക്കണം. എന്താണ് വിഷ്വൽ അക്വിറ്റി എന്ന് പറയുന്നത്? എ മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് ദി ഐ ടു ഡിസ്റ്റിംഗ്വിഷ് ഷേപ്സ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ഒബ്ജെക്ട്സ് അറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ്. അതായത് നമ്മുടെ ഒരു നിശ്ചിത അകലത്തിൽ വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അതിന്റെ ഷേപ്പിനെ പറ്റിയിട്ടും അതിന്റെ മറ്റു ചില ഡീറ്റെയിൽസിനെ പറ്റിയിട്ടും ഒരാളുടെ കണ്ണിന് അതിനെ എന്ത് ചെയ്യാൻ പറ്റണം? തിരിച്ചറിയാൻ പറ്റണം, തിരിച്ചറിയാൻ പറ്റണം. ഇപ്പോ റൗണ്ടിലിരിക്കുന്ന ഒരു സാധനം റൗണ്ട് ആണെന്നും റെക്റ്റാങ്കിളിൽ ഇരിക്കുന്ന സാധനം റെക്റ്റാങ്കിൾ ആണെന്നും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയണം. ഓക്കെ, ആ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിഷ്വൽ അക്വിറ്റി. ഓക്കെ, ആ കഴിവിന്റെ ഒരു മെഷർ. ഓക്കെ, അത് അളക്കുന്നതിനുള്ള ഒരു മെഷർ, അതാണ് വിഷ്വൽ അക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത അകലത്തിലിരിക്കുന്ന ഒരു സാധനത്തിന്റെ ഷേപ്പും മറ്റ് ഡീറ്റെയിൽസും തിരിച്ചറിയാനുള്ള കണ്ണിന്റെ കഴിവ്, അതാണ് വിഷ്വൽ അക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഒരാൾക്ക് ലോ വിഷൻ ആണോ അല്ലെങ്കിൽ അയാൾ ലീഗലി ബ്ലൈൻഡ് ആണോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ലോ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് വിഷ്വൽ അക്വിറ്റി ലെസ് ദാൻ 6/18 ആയിരിക്കും. ഓക്കെ, ഇനി low vision apply to all individuals who are unable to read newspaper at a normal viewing distance. അതായത് ഇപ്പോ ഒരാൾക്ക് ലോ വിഷൻ ആണ് എന്ന് പറയണമെങ്കിൽ അയാൾ ഒരു നോർമൽ ഡിസ്റ്റൻസിൽ ഇരുന്ന് പത്രം വായിക്കുന്ന ഒരാളാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ആ ഒരു ഡിസ്റ്റൻസിൽ ഇരുന്ന് പത്രം വായിക്കുന്നതിൽ എന്തോ ഒരു ഡിഫിക്കൽട്ടി, എങ്കിൽ അയാൾക്ക് എന്ത് തുടങ്ങിയിട്ടുണ്ട്? ലോ വിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, even with the aid help of a glass or contact lens, ഒരു ഗ്ലാസോ കോണ്ടാക്ട് ലെൻസോ വെച്ച് അതിന്റെ ഹെൽപ്പ് ഉണ്ടായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ പത്രം പ്രോപ്പർ ആയിട്ട് ആ ഒരു ഡിസ്റ്റൻസിൽ ഇരുന്ന് വായിക്കാൻ പറ്റുന്നില്ല. എങ്കിൽ അയാൾക്ക് എന്തുണ്ട്? ലോ വിഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാര് എന്ത് ചെയ്യണം? ഒന്നുകിൽ അവരുടെ ആ ഒരു ലൈറ്റ്നിങ് സോഴ്സിൽ എന്തെങ്കിലും അഡാപ്റ്റേഷൻ നടത്തണം, അല്ലെങ്കിൽ ആ പത്രത്തിലെ പ്രിന്റിന്റെ സൈസ് വലിയ പ്രിന്റിലുള്ള പത്രം വാങ്ങി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്താണ് ലീഗലി ബ്ലൈൻഡ് എന്ന് പറയുന്നത്. എ പേഴ്സൺ വിത്ത് 3/60 വിഷൻ ഈസ് സെഡ് ടു ബി ലീഗലി ബ്ലൈൻഡ്. ഓക്കെ, എന്താണ് നമ്മുടെ വിഷ്വൽ അക്വിറ്റി അല്ലെങ്കിൽ എന്താണ് വിഷൻ 3/60 ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ലീഗലി ബ്ലൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
ദ കോസസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ പറഞ്ഞ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അതിൽ മേജർ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? കാറ്ററാക്ട്. എന്താണ് കാറ്ററാക്ട്? തിമിരം. ഓക്കെ, കാറ്ററാക്ട് ആണ് ഇന്ത്യയിൽ ബ്ലൈൻഡ്നെസിന്റെ ഒരു മേജർ കോസ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കണം. 1 മാർക്കിന് നിങ്ങൾക്ക് പലതവണ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, PSC എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയിൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുന്ന? രണ്ട്, ഗ്ലൂക്കോമ. ഓക്കെ, ഗ്ലൂക്കോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നമുക്കറിയാം. വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണുകൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ഒരു ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, അതിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് ബ്ലൈൻഡ്നെസ്സിലോട്ട് ലീഡ് ചെയ്യാം. എന്തെങ്കിലും ഇൻക്രീസ് പറ്റിക്കഴിഞ്ഞാൽ കോർണിയൽ ഡിസോർഡേഴ്സ്, അൺകറക്റ്റഡ് റിഫ്രാക്റ്റീവ് എറേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇതെല്ലാം തന്നെ എന്തിലോട്ട് ലീഡ് ചെയ്യാം? ബ്ലൈൻഡ്നെസ്സിലോട്ട് ലീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബ്ലൈൻഡ്നെസിന്റെ കോസസ് ഇത് ജസ്റ്റ് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് 2 മാർക്കിന് വാട്ട് ആർ ദ കോസസ് ഓഫ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കോസസ് ഓരോന്നും എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് കോസ് നമ്മൾ പറഞ്ഞു, മേജർ ആൻഡ് കോമണസ്റ്റ് കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കാറ്ററാക്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് കാറ്ററാക്ട് എന്നാണ് പറയുന്നത്? കാറ്ററാക്ട് നമ്മൾ പറഞ്ഞു ഇന്ത്യയില് കോമണസ്റ്റ് ആൻഡ് മേജർ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? കാറ്ററാക്ട് ആണ്. ലീഡിങ് കോസ് എന്ന് പറയുന്നത് കാറ്ററാക്ട് തിമിരമാണ്. ഓക്കെ, അപ്പൊ അതെന്താന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഒപ്പേസിറ്റി ഇൻ ദ ക്രിസ്റ്റലൈൻ ലെൻസ് ലീഡിങ് ടു ലോസ് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഇമേജസ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കണ്ണിൽ എന്തുണ്ട്? ഒരു ലെൻസ് ഉണ്ട്. ഓക്കെ, അത് എന്താണ്? നമ്മുടെ ഒരു ക്രിസ്റ്റലൈൻ ലെൻസ് ആണ്. ഓക്കെ, അതിനൊരു ഒപ്പേസിറ്റി വരുന്നു. ഓക്കെ, അതുവഴി നമുക്ക് കാണുന്ന ഇമേജസിന്റെ ക്ലാരിറ്റി കിട്ടുന്നില്ല. ഒരു മങ്ങിയ രൂപത്തിലായിരിക്കും നമ്മൾ ഇമേജസ് എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഓൾഡ് ഏജിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഇൻട്രാ ഓക്കുലർ ലെൻസ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു സർജറി വെച്ച് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ തിമിര ശസ്ത്രക്രിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അങ്ങനെ ആ ഒരു സർജറിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ കാറ്ററാക്ട് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓൾഡ് ഏജിലാണ് ഇത് പ്രധാനമായിട്ടും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, രണ്ടാമത്തെ കോസ് ആണ് ഗ്ലൂക്കോമ. ഗ്ലൂക്കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഓഫ് ലിക്വിഡ്സ് പ്രസന്റ് ഇൻ ദ ഐ ഡാമേജസ് ദ നെർവ്സ് വിച്ച് കനോട്ട് ബി കറക്റ്റഡ് ദാറ്റ് ലീഡ്സ് ടു ഗ്ലൂക്കോമ. അതായത് നമുക്കറിയാം നമ്മുടെ ഐസിൽ എന്തുണ്ട്? 2 ഹ്യൂമേഴ്സ് ഉണ്ട്, അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. ഓക്കെ, ഇതിന്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫ്ലൂയിഡിന്റെ പ്രഷർ, ഈ ഫ്ലൂയിഡ് കണ്ണിൽ എന്ത് ചെയ്യും? ഒരു പ്രഷർ ചെലുത്തുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ പ്രഷർ ഇങ്ങനെ കൂടി അത് ചിലപ്പോ കണ്ണുകളിലെ ഒപ്റ്റിക് നെർവിനെ എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യും. ഓക്കെ, ആ ഡാമേജിനെ നമ്മൾ കറക്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഗ്രാജുവലി എന്തിലോട്ട് ലീഡ് ചെയ്യുന്നത്? ഗ്ലോക്കോമയിലോട്ട് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കണ്ണിലുള്ള ആ ഒരു ലിക്വിഡ്സിന്റെ പ്രഷർ കൂടുന്നത് വഴി അത് ഒപ്റ്റിക് നെർവിന് എന്തുണ്ടാക്കുന്നു? ഒരു ഡാമേജ് ഉണ്ടാക്കുന്നു. ഈ ഡാമേജിനെ നമ്മൾ കറക്റ്റ് ചെയ്യാതിരിക്കും തോറും അത് വഷളായി എന്തിലോട്ട് ലീഡ് ചെയ്യുന്നു? ഗ്ലോക്കോമയിലോട്ട് ലീഡ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ ഗ്ലോക്കോമ. മൂന്നാമത്തത് കോർണിയൽ ഡിസോർഡേഴ്സ്. കോർണിയൽ ഡിസോർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കണ്ണിൽ കോർണിയ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. നിങ്ങൾ അനാട്ടമി പഠിച്ചു കാണും. ഓക്കെ, അപ്പോ ഈ കോർണിയയിലോട്ട് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുന്നു, അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് കൺജനൈറ്റൽ ഡിഫക്ട്സ്, അത് ഈ പറഞ്ഞ കോർണിയയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ ഉണ്ടാക്കുന്നു. അത് എന്തിലോട്ട് ലീഡ് ചെയ്യുന്നു? ബ്ലൈൻഡ്നെസ്സിലോട്ട് ലീഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് ചില സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെയും അതുപോലെ തന്നെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷനിലൂടെയും ഈ ഒരു കോർണിയൽ ഡിസോർഡറിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നാലാമത്തതാണ് റിഫ്രാക്റ്റീവ് എറേഴ്സ്. ഓക്കെ, നമുക്ക് ഈ ഇമേജസ് ഫോക്കസ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന ഇറേഴ്സിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ അത് 2 എണ്ണമാണ് ഉള്ളത്, മയോപ്പിയ ആൻഡ് പ്രസ്ബയോപ്പിയ. ഓക്കെ, മയോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിയർ സൈറ്റഡ്നെസ്. ഓക്കെ, മയോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ സൈറ്റഡ്നെസ്, അതായത്
നമുക്ക് അടുത്തുള്ള വസ്തുക്കളെ കാണാനായിട്ട് പറ്റും, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. ഒരു ബ്ലറി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ മയോപ്പിയ, നിയർ സൈറ്റഡ്നെസ്. ആ പേര് തന്നെയുണ്ട്, നിയർ സൈറ്റഡ്നെസ്. അടുത്തുള്ളതിനെ കാണാം, അകലെയുള്ളതിനെ കാണാൻ പറ്റത്തില്ല. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലെൻസ് യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്താണ് പ്രസ്ബയോപ്പിയ. അതായത് നമുക്ക് ഇവിടെ മയോപ്പിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. നമുക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റും നല്ലോണം, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് കാണാൻ പറ്റത്തില്ല. അടുത്തുള്ള വസ്തുക്കൾക്ക് ഒരു ബ്ലറി അപ്പിയറൻസ് പോലെ കാണും. അതാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ആണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താ? ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി നമ്മൾ ന്യൂട്രീഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്തിലോട്ട് ലീഡ് ചെയ്യും? നൈറ്റ് ബ്ലൈൻഡ്നെസ്സിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? പ്രോപ്പർ സപ്ലിമെന്റ് ഓഫ് വൈറ്റമിൻ എ ടു പ്രഗ്നന്റ് മദർ ആൻഡ് ഫീഡിങ് മദർ. ഓക്കെ, അതായത് ഗർഭിണിയായിരിക്കുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കും പ്രോപ്പർ ആയിട്ട് വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമുക്കറിയാം 9ാം മാസം തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് 9ാം മാസം തൊട്ട് നമ്മൾ വൈറ്റമിൻ എ കൊടുത്തു തുടങ്ങണം. ഓരോ 6 മാസം കൂടുമ്പോഴും. ഓക്കെ, 5 വയസ്സ് വരെ കൊടുക്കണം. ഓക്കെ, അതിലൂടെയൊക്കെ നമുക്ക് ഇത്തരത്തിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ബ്ലൈൻഡ്നെസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആറാമത്തെ കോസ് ആണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഓക്കെ, അക്യൂട്ട് ഡയബറ്റിസ്. അക്യൂട്ട് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ഡയബറ്റിസ്. അത് എന്ത് ചെയ്യും? കണ്ണിനെ അഫക്റ്റ് ചെയ്യും. അതുവഴി അത് നമ്മുടെ ഐസൈറ്റിനെ എന്ത് ചെയ്യും? കുറയ്ക്കും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അത് ചില സമയത്ത് ബ്ലൈൻഡ്നെസ്സിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, ഇതിനെ നമുക്ക് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയെ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് എന്തിനെ കൺട്രോൾ ചെയ്താൽ മതി? ഡയബറ്റിസിനെ കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ബ്ലൈൻഡ്നെസിന്റെ കോസസ്. ഇനി നമ്മൾ പറയുന്നത് ബ്ലൈൻഡ്നെസിന്റെ ലെവൽ ഓഫ് പ്രിവെൻഷൻ, എങ്ങനെയൊക്കെ ബ്ലൈൻഡ്നെസ്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് പ്രൈമറി ലെവൽ പ്രിവെൻഷൻ തന്നെയാണ്. ഓക്കെ, എന്തൊക്കെ? വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് ചെയ്യാം, ഓഫ്താൽമിക് അസിസ്റ്റൻസ്. ഓക്കെ, അതായത് അസിസ്റ്റൻസ് കൊടുക്കുക, അതായത് കണ്ണുകളെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യാം. മൂന്നാമത്തത് പ്രോപ്പർ മെറ്റീരിയൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സർവീസസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ എസ്പെഷ്യലി അഗെയിൻസ്റ്റ് മീസിൽസ്. ഓക്കെ, അതായത് നമ്മള് ഇമ്മ്യൂണൈസേഷൻ ഒക്കെ കറക്റ്റ് എന്ത് ചെയ്യുക? നടത്തുക അഗെയിൻസ്റ്റ് മീസിൽസ്. അതായത് നമുക്കറിയാം മീസിൽസ് എന്ന് പറയുന്ന ഒരു റെസ്പിറേറ്ററി ഡിസീസ് ആണ് മീസിൽസ് എന്ന് പറയുന്നത്. ഈ മീസിൽസ് വന്നിട്ടുള്ള കുട്ടികൾക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നാൽ ഭാവിയിൽ ഈ കുട്ടിക്ക് എന്ത് വരാം? ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഭാവിയിൽ ഉണ്ടാവുന്നത് തടയാൻ നമുക്ക് ഇപ്പോഴേ ആ ഇമ്മ്യൂണൈസേഷനിലൂടെ കറക്റ്റ് വാക്സിൻ എടുത്തു പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ആ ഒരു ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും. അതാണ് അവിടെ പറയുന്നത്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എഡ്യൂക്കേഷൻ റിഗാർഡിംഗ് ദ നീഡ് ഫോർ ന്യൂട്രീഷ്യസ് ഫുഡ് ടു പ്രിവെന്റ് മാൽന്യൂട്രീഷൻ ആൻഡ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. ഓക്കെ, അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് എന്ത് ചെയ്യാം? കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ക്യാരറ്റ്, ഓറഞ്ച്, അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും മറ്റു കാര്യങ്ങളും ധാരാളം കഴിക്കാനായിട്ട് പറയാം. ഓക്കെ, ഇനി സെക്കൻഡറി ലെവൽ പ്രിവെൻഷൻ, അതായത് എന്ത് വന്നു? ബ്ലൈൻഡ്നെസ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഏർലി ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തി കറക്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡറി ലെവൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, നമ്മുടെ ജില്ലാതല ആശുപത്രികളിലെല്ലാം എന്തുണ്ട്? ഒരു സെക്കൻഡറി ഐ കെയർ യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒഫ്താൽമിക് സർജൻസും പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാറ്ററാക്ട്, ഓക്കുലാർ ട്രോമ, ഗ്ലോക്കോമ ആൻഡ് ഇൻട്രാ ഓക്കുലാർ ഇൻഫെക്ഷൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും നമ്മൾ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആൻഡ് മൊബൈൽ ഐ യൂണിറ്റ്സ് ഓർഗനൈസ് ഐ ക്യാമ്പ്സ് ഫോർ കാറ്ററാക്ട് സർജറി. നമുക്കറിയാല്ലേ, പലതരത്തിലുള്ള ക്യാമ്പുകളൊക്കെ വെച്ചിട്ട് ഇപ്പൊ തിമിര ശസ്ത്രക്രിയ എന്നും പറഞ്ഞിട്ട് വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ
ഇങ്ങനെ എന്താ ഒരു ക്യാമ്പായിട്ട് നടത്തി ശസ്ത്രക്രിയ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ BPL പേഷ്യൻസ് ആണെങ്കിൽ ഈ കാറ്ററാക്ട് സർജറി ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ടെർഷ്യറി ലെവൽ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? അതിൽ വരുന്നതാണ് കോർണിയൽ ഗ്രാഫ്റ്റിംഗ് സർജറി ഫോർ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ്. ഓക്കെ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസിലൊക്കെ കോർണിയൽ ഗ്രാഫ്റ്റിംഗ് സർജറി ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെല്ലാം തന്നെ ഐ ഡൊണേഷൻ നമ്മൾ ഐ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഐ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചേക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ഐ ബാങ്ക് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഐ ഡൊണേഷനുമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും എല്ലാ മെഡിക്കൽ കോളേജസിലും. അയാളുടെ പറയുന്ന പേരാണ് ഗ്രീഫ് കൗൺസിലർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ ഐ ഡൊണേഷന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ പേരാണ് ഗ്രീഫ് കൗൺസിലർ. ഓക്കെ, ഇനി ഇപ്പൊ ഒരാള് ഐ ഡൊണേറ്റ് ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾ ഒക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളുടെ ഡെത്ത് നടന്ന് 6 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, ആ ഒരു ഐ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഐ റിമൂവൽ പ്രൊസീജിയറിന് ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്ത ഐയെ നമ്മൾ ഒരു സ്പെസിഫിക് സൊല്യൂഷനിൽ വേണം ചെയ്യാനായിട്ടുള്ളത്, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ളത്. ഓക്കെ, ഐ ബാങ്കിൽ ഒരു സ്പെസിഫിക് സൊല്യൂഷനിൽ ആയിരിക്കും ഇതിനെ വെച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ 72 മണിക്കൂറിനുള്ളിൽ കോർണിയ ഗ്രാഫ്റ്റിംഗ് സെന്ററിൽ ചെയ്തിരിക്കണം, എത്തിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയായപ്പോ ഒരു ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ബ്ലൈൻഡ്നെസ്സിൽ തന്നെ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് വിഷൻ 2020. ചെറിയ ടോപ്പിക് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ടുകളയരുത്. ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഷുവർ ആയിട്ട് ഈ ഒരു പോർഷൻ പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പൊ എന്താടാ വിഷൻ 2020 ദ റൈറ്റ് ടു സൈറ്റ് എന്നാണ് അതിന്റെ സ്ലോഗൻ. ഓക്കെ, വിഷൻ 2020 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഓക്കെ, അതിന്റെ ഒരു സ്ലോഗൻ ആണ് റൈറ്റ് ടു സൈറ്റ്. നമുക്കും കാണാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ജോയിന്റ് ഇനിഷ്യേറ്റീവ് ഓഫ് WHO ആൻഡ് ഇന്റേണൽ ഏജൻസി ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്. ബ്ലൈൻഡ്നെസ്സിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇന്റർനാഷണൽ ഏജൻസിയും കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ജോയിന്റ് ഇനിഷ്യേറ്റീവ് ആണ് വിഷൻ 2020 എന്ന് പറയുന്നത്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് 2020 കൂടിയിട്ട് അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ്സിനെ എലിമിനേറ്റ് ചെയ്യുക. എന്താണ് അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്? ക്യൂറബിൾ ബ്ലൈൻഡ്നെസ് പ്ലസ് പ്രിവെന്റബിൾ ബ്ലൈൻഡ്നെസ്. ഓക്കെ, ഇത് രണ്ടിനെയും കൂടിയിട്ടാണ് അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ്, അതായത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ബ്ലൈൻഡ്നെസ്, ഇത് രണ്ടിനെയും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള അവോയ്ഡബിൾ ബ്ലൈൻഡ്നെസ്സിനെ 2020 കൂടി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ എയിം. ഓക്കെ, ഇത് ലോഞ്ച് ചെയ്തത് 1999 പക്ഷേ ഇന്ത്യയിൽ ഇത് എത്തിയത് എപ്പോഴാണ്? 2001 ഓക്കെ, ഇതിന് കുറച്ച് ടാർഗറ്റ് ഡിസീസസ് ഉണ്ട്. ഏതൊക്കെയാണ്? കാറ്ററാക്ട്, റിഫ്രാക്റ്റീവ് എറേഴ്സ്, കോർണിയൽ ഡിസോർഡർ, ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇത്രയുമാണ് വിഷൻ 2020യുടെ ടാർഗറ്റ് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ വരുന്ന ഒരു ചെറിയ ഒരു പോർഷൻ ആണ് ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഒരു 14 ദിവസത്തെ പ്രോഗ്രാം ആണ് ഈ ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് ഈ ഒരു ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് നടത്താറായിട്ട് ഉള്ളത്. 14 ദിവസത്തെ ഒരു പീരീഡ്. ഓക്കെ, അത്രയേ ഉള്ളൂ വിഷൻ 2020 ആൻഡ് ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിസബിലിറ്റിയുടെ ഒരു ലാസ്റ്റ് പോർഷൻ ആണ് ഡിസബിലിറ്റി ആക്ട്. നമ്മുടെ PWD ആക്ട് എന്ന് പറയും. എന്താണ്? ഓക്കെ, അപ്പോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസബിലിറ്റീസിനെ ഏർലി ഡിറ്റക്ട് ചെയ്ത് അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിന്റെ ഒരു എയിം എന്ന് പറയുന്നത്.
ഈ ഒരു ആക്ട് പ്രകാരം ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് 18 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ജോബിൽ 3% റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആക്ട് പ്രകാരം നമ്മുടെ പബ്ലിക് പ്ലേസസ് ആൻഡ് ട്രാൻസ്പോർട്ട്, ഇപ്പൊ നിങ്ങൾ ഈ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിലായാലും ഏതൊരു ബസ്സിലായാലും കണ്ടിട്ടില്ലേ, അംഗവൈകല്യമുള്ളവർ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക സീറ്റുകൾ തന്നെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അവർക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ച് കാര്യങ്ങൾ, മാൻ പവർ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള അഫോർമേറ്റീവ് ആക്ഷൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഈ ഒരു ആക്ട് കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട എയിംസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ടുള്ളത് ഈ ഡിസബിലിറ്റി ആക്ട് ആണ് നമ്മുടെ PWD ആക്ട് എന്ന് പറയുന്നത്. ഇത് വന്ന വർഷം 1995 ആണ്. ആ വർഷം പഠിച്ചു വെക്കണം. ഓക്കെ. ഓക്കെ. ഇനി ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് ഡിസബിലിറ്റിയുടെ എക്സംഷൻസ് ആൻഡ് അസിസ്റ്റൻസ് ടു ദ ഡിസേബിൾഡ് പീപ്പിൾ. അതായത് ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി ഒക്കെ ഉള്ള വൈകല്യങ്ങളുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തൊക്കെ അസിസ്റ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിൽ നിന്നൊക്കെ ഉള്ള ഒരു പരിഗണനകളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. ഇത് ജസ്റ്റ് പഠിച്ചു വെച്ചിട്ട് പോകണം. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ. നോക്കിക്കേ. ഫസ്റ്റ് പറയുന്നത് നമ്മൾ ട്രാവലിംഗ് കൺസെഷൻ ഇൻ റെയിൽവേ. നമ്മുടെ റെയിൽവേയിലൊക്കെ ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് റെയിൽവേയിലൊക്കെ ട്രാവൽ ചെയ്യുന്നതിന് കൺസെഷൻ കൊടുക്കുന്നുണ്ട്. The Indian Airlines provide 50% concession for the blind on all domestic flights. എല്ലാ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലും നമ്മുടെ ഇന്ത്യൻ എയർലൈൻസ് 50% കൺസെഷൻ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി ടെലിഫോൺ റെന്റ് ഈസ് 50% ലെസ് ഫോർ ദ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടെലിഫോൺ ബില്ലൊക്കെ 50% കുറച്ച് കൊടുത്താൽ മതി. പിന്നെ ലോൺ ഫോർ പർച്ചേസ് ഓഫ് ആർട്ടിഫിഷ്യൽ ലിംസ്, ഹിയറിംഗ് എയ്ഡ്സ്. ഓക്കെ. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ആർട്ടിഫിഷ്യൽ ലിംസും അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ലോൺ ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ചെറിയ തോതിലുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് പെട്രോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ് 7.5% എല്ലാ ഡീലർഷിപ്പ് ഏജൻസീസ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന എക്സെപ്ഷൻസ് ആൻഡ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസബിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എന്നാൽ നമുക്കൊരു 2 ദിവസം കൊണ്ടൊക്കെ വിചാരിച്ച കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാനും പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത് ഓരോന്നിന്റെ ഡെഫിനിഷൻ എന്തൊക്കെയാ, ഡിസബിലിറ്റി, ഇമ്പയർമെന്റ്, ഹാൻഡിക്യാപ്പ്, ഇത് 3ഉം പഠിച്ചു വെക്കുക. അതിന്റെ എക്സാമ്പിൾസ് ഷുവർ ആയിട്ട് ചോദിക്കും. ഓക്കെ. ആ എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഏത് കണ്ടീഷൻ ആണ് എന്ന് ചോദിക്കും. ഓക്കെ. പിന്നെ ഡെഫ്നെസ് ഒരു 5 മാർക്കിന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ വിഷ്വൽ ഡിസബിലിറ്റി 5 മാർക്കിന്, ഓട്ടിസം ഒക്കെ ഒരു 2 മാർക്കിനെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ. പിന്നെ ഓർത്തോപീഡിക് ഹാൻഡിക്യാപ്പ്, അതിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്ന ആക്സിഡൻസ്, അത് അതിൽ മേജർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ അതും ഒരു 5 മാർക്കിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചിട്ട് പോവാം. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിസബിലിറ്റി മാനേജ്മെന്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.